സകല അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമം. ആ കർത്താവിനെ, ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമമായി കർത്താവിന്റെ നാമം ഹല്ലേലൂയ എന്നേക്കും മഹിമപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആശ്രയമായിരിക്കുന്ന ആ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ ഓർക്കാതെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളെ ഓർക്കാതെ, നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു എത്ര നല്ലവൻ. ഹല്ലേലൂയ. സ്തോത്രം. 10,000-ൽ അതിശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സകലത്തെ സൃഷ്ടിച്ച് സകലത്തിന് കാരണഭൂതനായ നമ്മുടെ കർത്താവ്. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. ഹല്ലേലൂയ. സ്തോത്രം. നല്ലൊരു ഇടയനായി ഹല്ലേലൂയ തന്റെ ആടുകളെ, ഹല്ലേലൂയ സ്തോത്രം, തന്റെ ആടുകൾ തന്റെ ശബ്ദം കേട്ട് തന്റെ ഇടയനെ അനുഗമിച്ചുകൊണ്ട് ഹല്ലേലൂയ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനിലേക്ക് നടത്തുന്ന ഹല്ലേലൂയ സ്തോത്രം നല്ല ഇടയനായ നമ്മുടെ കർത്താവിന്റെ അത്തിരു സാന്നിധ്യം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഇതുവരെ നടത്തിയ നല്ല കൃപകൾക്കായി സ്തോത്രം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തും. അവനെന്നെ ശാസിക്കും, അവനെന്നെ ശിക്ഷിച്ചും, കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. യേശു എന്നെ ശാസിച്ചും, യേശു എന്നെ ശിക്ഷിച്ചും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. ഹല്ലേലൂയ സ്തോത്രം. സമാധാനമില്ലാതെ നമ്മളുടെ അലഞ്ഞ് നടന്നപ്പോഴും ഹല്ലേലൂയ ക്രിസ്തുവിൽ യേശുവിൽ സമാധാനം കണ്ടെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരുമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഈ ലോകം നൽകുന്നത് പോലെയല്ല. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മളെ കാത്തുകൊണ്ട് ഇതുവരെ നടത്തിയല്ലോ. അതിനായി നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കരുത്തുള്ള കരുത്താൽ, ആ ഭുജബലത്താൽ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അവൻ തന്ന സമാധാനത്തെ ഓർത്തുകൊണ്ട്, സ്വസ്ഥതയെ ഓർത്തുകൊണ്ട് സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു.
യേശു എന്നെ അണച്ചു, യേശു എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തുമവൻ. യേശു എന്നെ അണച്ചു, യേശു എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. കർത്താവേ സ്തോത്രം, അവിടുത്തെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതികളെ അറിഞ്ഞവൻ, ആരാഞ്ഞറിഞ്ഞവൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നമ്മുടെ ചിന്തയിലോ നമ്മുടെ ബുദ്ധിയിലോ ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതികളെ ഹല്ലേലൂയ വർണ്ണിക്കാൻ സാധ്യമല്ല. കർത്താവിന്റെ വലിയ സ്നേഹം, അതിന്റെ ആഴങ്ങളെ അറിയുവാൻ ഹല്ലേലൂയ നമുക്ക് സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഹല്ലേലൂയ സാന്നിധ്യത്തോടെ കർത്താവിന്റെ ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അത്ഭുതകരമായ അശ്രേഷ്ഠകരത്തിൽ നമ്മളെ തന്നെ താഴ്ച സമർപ്പിക്കാം. കർത്താവിന്റെ കൃപയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കായി, സകല കൃപകൾക്കായി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന് ഇതുവരെ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് ഇടപെടുമാറാണ്. ദൈവസ്നേഹം ആഴത്തിൽ ഞങ്ങൾ കർത്താവേ സ്തോത്രം ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് അവിടുന്ന് കർത്താവേ അവിടുന്ന് ഭരമേൽപ്പിക്കുമാറാകണമേ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിതി വന്നിപ്പോനാവിനാൽ അവനിലേ എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാൽ അവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ, ആയിരം ആയിരം നന്മകളെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ സ്തോത്രം. ചെറുതും വലുതുമായ എത്രയോ നന്മകൾ, ഉപകാരങ്ങൾ. ഹല്ലേലൂയ. എത്ര അനർത്ഥങ്ങളെ നമ്മളെ വിടുവിച്ചു. രോഗികളായിരിക്കുന്ന രോഗത്തിടയിൽ പെട്ടുപോകാതെ നമ്മളെ കാത്തു പരിപാലിച്ചു. അതെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നന്ദി പറയാം. ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിയിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്.
കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മളെ പൊതിഞ്ഞില്ലെങ്കിൽ, നിന്ദകൾ, പഴികൾ, ദുഷികൾ ഏറ്റപ്പോഴൊക്കെയും ഹല്ലേലൂയ മനം തകർന്നു പോകാതെ സ്തോത്രം നമ്മളെ താങ്ങി നടത്തിയ നമ്മുടെ ഹല്ലേലൂയ ആണിപ്പഴുതുള്ള കരം, ആ ശക്തിയേറിയ കരം, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ താങ്ങി നടത്തിയ ആ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പഴിദൂഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻകരത്താൽ. നിന്ദകളേറിടും വേളകളിൽ പഴിദൂഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻകരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ സ്തോത്രം. അവിടുത്തെ കൃപ, ശക്തി പകരുന്ന ആ വലിയ ഹല്ലേലൂയ സാന്നിധ്യം ഞങ്ങൾ കർത്താവ് ഉറ്റവരും ഉടയവരും ഹല്ലേലൂയ ഞങ്ങളുടെ കൂട്ടനായി കൂടിയവരെല്ലാം ഞങ്ങളെ വിട്ടുപോയപ്പോൾ, ഞങ്ങളെ സഹായിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞവർ ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം വിട്ടുപോയപ്പോൾ, ഹല്ലേലൂയ രോഗത്തിന്റെ മരണത്തിന്റെ താഴിൽ കൂടി കടന്നുപോയപ്പോഴൊക്കെയും തിരുസാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തി. കൂരിരുൾ താഴിൽ കൂടി നടന്നാലും ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. കൂട്ടിനവനെന്റെ കൂടെയുണ്ട്. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനിക്കേശുവില്ല. കുറ്റവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവനെന്റെ കൂടെയുണ്ട്. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനിക്കേശുവില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ഹല്ലേലൂയ, കർത്താവേ എന്നിൽ പകർന്ന, ഞങ്ങളിൽ പകർന്ന ആ വലിയ തിരുശക്തി, ഹല്ലേലൂയ ആ തിരുശക്തി ഞങ്ങളിൽ ഇല്ലെങ്കിൽ കർത്താവേ ഞങ്ങളെന്നെ തകർന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സകലത്തിലുമായി രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, രാത്രി തിരുസാന്നിധ്യം പകരണമേ. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. അവിടുത്തെ വലിയ ശക്തി ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്തു ഇതുവരെ നടത്തിയ ഞങ്ങളുടെ കർത്താവേ സ്തോത്രം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ കർത്താവ് നടന്നു. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ, ദൈനംദിന പ്രവർത്തികളിലൊക്കെ ഞങ്ങൾ തിരക്ക് ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴൊക്കെയും ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പഠന സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ഒക്കെയും ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ കണ്ണിൽ കാണാതെ ഹല്ലേലൂയ സ്തോത്രം അനർത്ഥങ്ങളിൽ പെടാതെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഞങ്ങൾ കണ്ണിൽ കാണുന്നത് മാത്രം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ അനർത്ഥങ്ങൾ വരാതെ തട്ടിക്കളഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കർത്താവ് ഹല്ലേലൂയ, ആ കർത്താവിന്റെ ചാരെ ഞങ്ങൾ എപ്പോഴും ആയിരിക്കുവാൻ, അവിടുത്തെ തിരു സാന്നിധ്യം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം
അവിടെ അങ്ങേ പിരിഞ്ഞിരിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ കർത്താവെ പ്രവഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ അർത്ഥം എന്തെന്ന് ഈ ലോകത്തിന് വ്യക്തമാക്കി കൊടുത്ത ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹത്തിന്റെ ഉറവിടമായ കർത്താവേ സ്തോത്രം. അങ്ങേ ഞങ്ങൾ സ്നേഹിപ്പാൻ തക്കവിധത്തിലുള്ള വലിയ ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ പറയുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന പത്രോസേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ച കർത്താവേ, ഞങ്ങളുടെ സ്നേഹത്തെ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ സാമീപ്യത്തെ ആഗ്രഹിക്കുന്ന ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ, കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ, സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം വിട്ടുകൊണ്ട് കർത്താവേ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ കർത്താവേ സ്തോത്രം. നിത്യജീവന്റെ ഉറവ് ഹല്ലേലൂയ സ്തോത്രം അങ്ങിൽ നിന്നാണല്ലോ കർത്താവേ സ്തോത്രം. അങ്ങ് പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല കർത്താവേ സ്തോത്രം. അതേ കർത്താവ് തിരുഹിതം പോലെ ഞങ്ങൾ നടത്തണം. ഞങ്ങളുടെ ശക്തിയിലോ ഞങ്ങളുടെ ബുദ്ധിയിലോ ഞങ്ങളുടെ പദ്ധതിയോ അതിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ ഇടയാകാതെ കർത്താവേ അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രന്മാരോട് ചേർന്നതുകൊണ്ട് അങ്ങിൽ നിന്ന് കേൾക്കാൻ യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. സ്വന്തം ജീവനെ നൽകി നിങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ തിരുസാന്നിധ്യമല്ലാതെ ഞങ്ങളുടെ ആത്മാവിന് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ ആത്മാവിന്റെ ഹല്ലേലൂയ ദാഹം തീർപ്പാൻ തക്ക വിധത്തിൽ കർത്താവേ അവിടുത്തെ തിരുസാന്നിധ്യമല്ലാതെ ഞാൻ തന്നെ ഹല്ലേലൂയ സ്തോത്രം വഴിയും സത്യവും ജീവനുമാകുന്ന അരുളി ചെയ്ത കർത്താവേ ഹല്ലേലൂയ. സകലത്തിനുമായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി. ജീവന്റെ അപ്പമായി ഞങ്ങൾക്ക് വേണ്ടി തകർന്ന
ജീവൻ നൽകിടും ജീവന്റെ ദാഹം തീർക്കും ജീവനദിയും. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. കർത്താവ് കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അതെ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോട് പ്രിയമുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും കൂടെ ദിനവും ദിനവും ഉമ്മോട് ചേർന്ന് ദിനവും ഉമ്മാർവിൽ സായ്ந்து വിലകാൻ முடியாது அன்பே. உயிரே യേശു രാജാ, വിലകാൻ முடியாது அன்பே. உயிரே യേശു രാജാ. நேசிக்கிறேன் 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 യേശയ്യാ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഞങ്ങളുടെ കർത്താവിനെ അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ആരെയും ആശ്രയിക്കില്ല, ഞങ്ങൾ ആരെയും പ്രിയപ്പെടില്ല. അതിലെ പ്രിയനായ കർത്താവേ, അവിടുത്തെ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 7 ദിവസവും കർത്താവേ, 7-ാം ദിവസം വരെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ അഭിഷിക്തന്മാരെ അതിശയമായ ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം, രാവും പകലുമെല്ലാം കർത്താവ് അവിടുന്ന് ഉപയോഗിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം അടിയങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ഹല്ലേലൂയ പ്രത്യാശയും വർദ്ധിപ്പിക്കുവാനിടയായല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഹാലയിരിക്കുന്നിടത്ത് കർത്താവെ ഞങ്ങളെ ചേർക്കേണ്ടതിനായി വീണ്ടും കടന്നു വരുമെന്ന് അരുളി ചെയ്ത കർത്താവെ സ്തോത്രം. ആ ദൈവമേ സ്തോത്രം. സ്വർഗരാജ്യത്തെ കുറിച്ച് കൂടുതൽ കർത്താവെ ഞങ്ങൾ ആഴങ്ങളിൽ അറിയുവാൻ ഈ ദിവസങ്ങളിടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസവും കർത്താവിന്റെ അഭിഷിക്തനെ അവിടുന്ന് അതിശയമായി കർത്താവ് അവിടുന്ന് ഉപയോഗിക്കാൻ പോകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അഭിഷിക്ത അതിൻ ബിജു തങ്കച്ചൻ പാസ്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ അനേക നാളുകളായി കർത്താവെ, മാസങ്ങളായി, സെഷനുകളായി കർത്താവെ വലിയൊരു ആത്മീയ ഹല്ലേലൂയ സ്തോത്രം മർമ്മങ്ങളെ അറിയിപ്പാൻ തക്കവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയച്ചു തന്ന തന്റെ ദാസനെ കൊണ്ടുമായി അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. തിരുനാമ മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രിയിൽ വർഷിപ്പ് ചെയ്ത കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ആമേൻ.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എസ്പെഷ്യലി ഇന്നൊരു വലിയൊരു ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ലൈവ് മീറ്റിംഗ് പോകുന്നില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ലൈവിൽ നമുക്ക് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാനേ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് ആയിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. നെറ്റിൻ്റെതായിട്ടുള്ള കുറേ ഇഷ്യൂസുകളുണ്ട്, അതുകൊണ്ടാണ് ടെലികാസ്റ്റിംഗ് ക്ലിയറായി പോകാത്തത്. ആമേൻ. എല്ലാവരും ദൈവം നാളെ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് റെക്കോർഡാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. കർത്താവിൻ്റെ അഭിഷിക്തൻ ജോയിൻ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ ജോയിൻ ചെയ്യും. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈവിൽ കാണാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾ ആമേൻ, സ്തോത്രം, ഈ സൂം ലിങ്ക് അയച്ചു കൊടുക്കുക. അതിലേക്ക് അവർ ജോയിൻ ചെയ്യട്ടെ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ തൊട്ടേ ആ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ പകലത് ശ്രദ്ധിച്ചില്ല. തീർച്ചയായിട്ടും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. നാളെ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും റീ റെക്കോർഡിലേക്ക് അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്ന് രാത്രിയിലായിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ 7 ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആമേൻ ആയിരുന്ന ദൈവമക്കൾ, ആമേൻ, സ്തോത്രം, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ വർഷത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എത്ര പേർക്ക് അനുഗ്രഹമായവരൊക്കെ ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ച്. ആമേൻ, സ്തോത്രം. പലരുടെയും കൈകൾ ഉയരുന്നില്ല. ഓക്കെ, നല്ല കാര്യം. ആമേൻ, സ്തോത്രം. ഉയർത്തിയവർക്കായിട്ടും നന്ദി, ഉയർത്താവർക്കായിട്ടും നന്ദി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാരണം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ പകലിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. അതെനിക്ക് എടുത്തു പറയാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ 11 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന അവസാനിച്ചത് 2:15 നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അതുവരേക്കും ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ ദൈവജനത്തെ അനുവദിച്ചു. ആമേൻ. അസാധാരണമായ, എന്നോട് ലിസ സിസ്റ്റർ പറയായിരുന്നു, വീഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല, ഓഫീസിനകത്താണ് ഇരുന്നത്, എങ്കിലും ഹോളി സ്പിരിറ്റ് എന്നെ ഫില്ല് ചെയ്തു എന്ന് ആമേൻ ഒരു മെസ്സേജ് ആമേൻ എനിക്ക് അയച്ചു. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഒരാളുടെ ഹൃദയത്തിനകത്ത് ഒരു വാഞ്ചയുണ്ടെങ്കിൽ മാത്രമേ അതിനെ പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. വാഞ്ചയില്ലാത്തവരായിട്ട് ആരും ഇതിനകത്തിൽ കയറുന്നതുമില്ല, അതും എനിക്കറിയാം. ദൂക്കാനായിട്ട് ആമേൻ ഇതിനകത്തിൽ ജോയിൻ ചെയ്യുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ദൂത് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ദൂതുകളുടെ ഒരു വലിയൊരു ആമേൻ ഒരു ഘോഷയാത്ര തന്നെ ഇതിനകത്തുണ്ട്. പക്ഷെ അതെന്താണെന്നറിയുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തത്, നമ്മൾ ആ വചനത്തെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ആ ദൂതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വചനം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ദൈവാത്മാവെന്നെ ആമേൻ നിയോഗിച്ചതെന്ന് ഞാൻ കർത്താവിനോട് തന്നെ കഴിഞ്ഞ പകലൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ആമേൻ, വചനം പഠിച്ചെങ്കിൽ മാത്രമേ, വചനത്തിൻ്റെ ആമേൻ അതിൻ്റെ ഉള്ളറകളെ നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഒരു പ്രൊഫറ്റിക്കലായിട്ടൊരു വേർഡ് നമ്മുടെ ഹൃദയത്തിനകത്തിലേക്ക് വരുമ്പോൾ ആമേൻ, സ്തോത്രം, അതിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ ആഴം പിടികിട്ടുന്ന, നിങ്ങളൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കറങ്ങിപ്പോവും. കാരണം ആമേൻ, ഹല്ലേലൂയ, ഏലിയാവ്
അവൻ സാരാഭത്തിലെ വിധവയുടെ അടുത്ത് അവൾ വചനം പഠിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കറങ്ങത്തേ ഉള്ളൂ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വചനം കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കർത്താവായ യേശുക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഞാൻ പറയാതെ യെരുശലേം വിട്ടു പോകരുത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ലായിരുന്നു, കർത്താവ് തന്നെ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ തീയാൽ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വചനം അതാണ്. തീയുടെ അഭിഷേകം ഒരുവന്റെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ, തീയില്ലാതെ ആമേൻ ആരെങ്കിലും ആയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂതൂടെ അതിനകത്ത് ചേർത്ത് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. തീക്കകത്ത് കയറാൻ ഈ ദിവസങ്ങളിൽ ആമേൻ നാം പ്രാപിച്ചെടുത്തോണം. തീ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ, ഹല്ലേലൂയ, നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. ആത്മശക്തിക്കകത്ത് മാത്രമേ നമുക്ക് കയറി നിന്നാൽ ആമേൻ, ഹല്ലേലൂയ, ചിലതിന്റെ മേൽ നമുക്ക് അധികാരം എടുക്കാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം പകൽ സമയം ഒരു മീറ്റിങ്ങിനകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, യേശു കർത്താവിനെ ക്രൂശിച്ച് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പടയാളികൾ അതിന്റെ താഴ്വാരത്തിരുന്നു കൊണ്ട് അതിനെ കാത്തുകൊണ്ടിരുന്നു, അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ആരോ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. എന്താണ്? ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എന്റെ വോയിസ് നിങ്ങൾക്ക് ഹിയറിംഗ് ആണോ? ഡിലേ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് അവർ കാത്തിരുന്നു എന്നാ പറഞ്ഞത്. എന്താ കാരണം? കാത്തിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം മുകളിൽ കിടക്കുന്നവൻ തീയുള്ളവനാ. ആ അഭിഷേകത്തിനകത്ത് കിടക്കുന്നത് കൊണ്ട് അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഇവർക്കറിയത്തില്ല. കാരണം അതുവരെയും നടന്നുകൊണ്ടിരുന്നതെല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുക. 5000-ൽ പരം മുറിവുകൾ ശരീരത്തിന്റെ അകത്ത് ഏറ്റെടുത്തുകൊണ്ട് ശരീരത്തിലെ സകല രക്തങ്ങളും ആമേൻ, ഹല്ലേലൂയ, അത് ധാരധാരയായി ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോഴും ഇവൻ മരിച്ചിട്ടില്ല. അപ്പോൾ ഇവന്റെ അകത്തിൽ എന്തോ ഒന്നുള്ളതെന്ന് ആമേൻ, ഹല്ലേലൂയ, അവർക്കെല്ലാം മനസ്സിലായി. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ദൂത് ഒരുപക്ഷെ നിങ്ങൾക്കത് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയത്തില്ലായിരിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ ആമേൻ, ഹല്ലേലൂയ, തൊടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനത്തിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയും? ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂതി പ്രാരംഭ നിമിഷത്തിൽ തന്നെ പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവനെ ഒരു പൈശാചിക ശക്തികൾക്കും ആമേൻ അവനെ തൊടാൻ കഴിയത്തില്ല. കാരണം നീ നിൽക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, ഒരു സാധാരണ വ്യക്തിത്വമായിട്ടല്ല. നിന്റെ അകത്ത് കിടക്കുന്ന ശക്തി ഈ ലോകത്തെ ജയിച്ചവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും ഇന്നു രാത്രിയിൽ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവൻ നീ പറഞ്ഞാൽ ചിലത് സംഭവിക്കുമെന്നുള്ളത്. ആമേൻ, നിന്റെ അധരത്തിനകത്തൂടെ വരുന്ന വാക്കുകൾ ചിലതിനെ ഉളവാക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അതിനെ വിശ്വസിക്കാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്നും ഈ രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും. ഹല്ലേലൂയ. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത ദിവസം തൊട്ട് ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് അനേകയിടങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവരാജ്യത്തിന്റെ പദ്ധതിക്കായിട്ട് ചിലതിനെ തീക്കകത്തു നിന്നും വെള്ളത്തിന്റെ അകത്തു നിന്നും പിടിച്ചെടുക്കുന്ന ആമേൻ ഒരു ദൈവജനമായിട്ട് മാറുവാൻ കഴിയുമെങ്കിൽ അതാണ് ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ആത്മാവിൽ ആമേൻ ശക്തമായ ദൂതുകൾ അറിയിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് പിടിക്കുക. നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ആരൊരു സാധാരണ കേൾവിക്കാരായിട്ട് ഇരിക്കരുത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ അടുത്ത നിമിഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആമേൻ, ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ ശരീരത്തിനകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത് അവന്റെ മേൽ
ശക്തി ലഭിച്ചിട്ട് അവൻ ഹാലലുയ അവൻ യെരൂശലേമിലും യഹൂദിയയിലും ആമേൻ ഹാലലുയ ദേശത്തിന്റെ സകല ഇടങ്ങളിലേക്കും ഇന്ന് രാത്രി ഹാലലുയ ദൈവമക്കൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട്, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ ദൈവ പ്രവൃത്തി കൊണ്ട് ആമേൻ ഹാലലുയ സ്തോത്രം അനേകരെ പിടിക്കുവാനുള്ള ഒരു ദൈവകൃപ എന്റെ അകത്ത് കിടപ്പുണ്ടെന്നുള്ളത് ആമേൻ ഹാലലുയ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേറ്റെടുത്തോളം കേട്ടോ. ഹാലലൂയ. ഉടവന ഹന്തരാജകൾക്ക് 1-2 നിമിഷങ്ങൾ നിങ്ങൾ അന്യഭാഷകളിൽ ഹാലേലുയ ആത്മാവിലൊന്ന് ആരാധിച്ചു തുടങ്ങിക്കാട്ടെ. ഹാലേലുയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വീഡിയോകളൊക്കെ ഓപ്പൺ ചെയ്തിരിക്കാൻ കഴിയാവുന്നവരൊക്കെ മാക്സിമം ഓപ്പൺ ചെയ്തിരുന്നോളം. ഹാലേലുയ സ്തോത്രം. ആമേൻ ഹാലേലുയ. ഒന്നിൽ നിന്നൊന്നിലേക്ക് വ്യാപരിക്കുന്നത് പോലെ ഒരു തീയുടെ ശക്തി ഇന്ന് രാത്രിയിൽ ഹാലേലുയ സ്തോത്രം ചില മരണപാശങ്ങളെ അഴിക്കുന്ന ആമേൻ ഹാലേലുയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ആ ദൈവശക്തി ഇതിനകത്തിലേക്ക് വ്യാപരിക്കുകയാണ്. ഹാലലുയ. ആ കർത്താവിന്റെ കരം ഇന്ന് ഈ രാത്രി നിന്റെ ജീവിതത്തിനകത്തിലേക്ക് വരികയാണ്. ഹാലലുയ സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ അതിന്റെ ആമേൻ ഹാലലുയ 9-ാമത്തെ ഒരു വാക്യം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ആമേൻ, സുവാർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. ആമേൻ ഹാലലുയ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ ഹാബൽ സുവാർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ഇന്ന് രാത്രി ഹാലലുയ നിന്റെ ശബ്ദം ഉയർന്നാൽ ആമേൻ ഹാലലുയ നിന്നിലുള്ള സാന്നിധ്യം പുറത്തു വന്നാൽ ആമേൻ ഹാലലുയ സ്തോത്രം അവൻ ചില കെട്ടുകൾ നിന്റെ ദേശത്തുള്ള കെട്ടുകൾ ഒരുപക്ഷേ തകരും. ഹാലലുയ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ ഹാലലുയ. നിന്റെ ദേശത്തുള്ള കെട്ടുകൾ തകരപ്പെടണമെന്നുണ്ടെങ്കിൽ ആമേൻ നിന്റെ അകത്തുള്ള ആത്മാവ് ഉയരണം. ഹാലലുയ. നിന്റെ കുടുംബത്തിനകത്തുള്ള കെട്ടുകൾ അഴിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹാലലുയ സ്തോത്രം നിന്റെ അകത്തുള്ള ആത്മശക്തി ഉയർത്തപ്പെടണം. ഹാലലുയ സ്തോത്രം. അവിടെ പറഞ്ഞു കേട്ടോ, സിയോന്റെ പർവ്വതത്തിലേക്ക്. ഹാലലുയ. നീ ഉയർന്ന തലങ്ങളിലേക്ക് ദിവസങ്ങൾ നീ ഉയരപ്പെടാൻ പോവുകയാണ്. ആത്മാവിന്റെ ശക്തി. ഹാലലുയ. അബിഗേൽ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ ചില കെട്ടുകളെ അഴിപ്പാൻ. ഹാലലുയ. ഞാൻ ഈ പകലിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു. സഹോദരി, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയൊരു പാത്രമായി തീരുമെന്ന്. ഹാലലുയ. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹാലലുയ നിങ്ങളെ ആർക്കും ഒതുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. ആമേൻ ഹാലലുയ സ്തോത്രം. ഒരു വാഹനം വന്ന് ആ വാഹനത്തിനകത്ത് നിങ്ങളെ കയറ്റി ആമേൻ അനേക ഇടങ്ങളിലേക്ക് ശുശ്രൂഷകൾക്ക് കൊണ്ടുപോകുന്ന ആമേൻ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നെന്ന് ആമേൻ ഹാലലുയ സ്തോത്രം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി തന്ന ആമേൻ ഹാലലുയ ഒരു വെളിപ്പാടാണ് ഇന്ന് പകല് ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹാലലുയ. അങ്ങനെ ചിലരെ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കും കേട്ടോ. ചുമ്മാതല്ല ആമേൻ സ്തോത്രം 10 മിനിറ്റ് വചനം പറയാൻ തന്നത്. ഹാലലുയ. ഇത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കുന്ന ദൈവ ശരീരമാണിത്. ആമേൻ. ഹെർമോൺ എന്ന് പറയുന്നത് ഒരു ശരീരമാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിനകത്തുള്ള അവയവങ്ങളാണ് ഹാലലുയ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നവർ. ഈ ജോയിൻ ചെയ്തിരിക്കുന്നവരിൽ ഹാലലുയ സ്തോത്രം എല്ലാവരുടെ മേലും വ്യാപരിക്കപ്പെടുന്നത് കാൽവറി ക്രൂശിന്റെ രക്തമാണെങ്കിൽ ഇന്ന് രാത്രി ഹാലലുയ ബിജു ബ്രദറെ ആമേൻ ആമേൻ ഒതുക്കാൻ ഒത്തിരി പേര് വരും കേട്ടോ. ഒത്തിരി വാക്കുകൾ വരും. ആമേൻ ഹാലലുയ സ്തോത്രം. നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ഒതുക്കിക്കളയുവാൻ ആമേൻ ഹാലലുയ ഒത്തിരി വാക്കുകൾ വരും. ആമേൻ ഒത്തിരി പ്രവർത്തികൾ നിങ്ങളിലേക്ക് കടന്നു വരും. പക്ഷേ ആമേൻ ഹാലലുയ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. ആമേൻ ഹാലലുയ ഒതുക്കാനല്ല കർത്താവ് വിളിച്ചത്. ആമേൻ ഹാലലുയ കർത്താവ് എന്നോട് ഇങ്ങനൊരു പദം പറയുന്നു. ആമേൻ ഹാലലുയ തെറ്റിദ്ധരിക്കരുത്. ആമേൻ ഹാലലുയ പടർത്താനാ ദൈവം വിളിച്ചത്. എനിക്കറിയില്ല ഈ ദൂത് എന്തിനാണ് ഇത് വന്നെന്നുള്ളത്. ഹാലലുയ സ്തോത്രം. നിങ്ങൾ ആമേൻ ഹാലലുയ പടരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ ഒരിടത്തു നിന്ന് മുള പൊട്ടി വന്നാൽ ആമേൻ ഹാലലുയ സ്തോത്രം അതിനെ ആ ദേശം മുഴുവനും പടർത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി. ഹാലലുയ. ഈ വാക്കിനർത്ഥം നിങ്ങൾ പിടിച്ചോളം. ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി. ഹാലലുയ സ്തോത്രം. അത് ഇന്ന് രാജ്യങ്ങളും പട്ടണങ്ങളും കടന്ന് ആമേൻ
ലോക രാജ്യങ്ങൾക്ക് ഒരു അത്ഭുതമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അതേ കുറ്റിയിൽ നിന്നും അതേ മുളയിൽ നിന്നും ആമേൻ ഹല്ലേലൂയ സ്തോത്രം പൊട്ടിപ്പുറപ്പെട്ട ഓരോ വ്യക്തി ജീവിതങ്ങളുമാണ് ഇതിനകത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നു, ജയശ്രീ സിസ്റ്റർ പ്രാർത്ഥിച്ചു കേട്ടോ, ഹല്ലേലൂയ സ്തോത്രം. ഒരു അസാധാരണമായ ദൈവത്തിന്റെ കൃപസാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നുണ്ട്. ആത്മതപനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മണിക്കൂറുകൾക്കകത്ത് നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ സ്തോത്രം. ഒതുക്കി വെച്ചതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യെസ്, ഹല്ലേലൂയ. ലിറ്ററലി അത് കർത്താവ് പറയുന്നു, ഒതുക്കി വെച്ചതാ, ഒതുക്കി വെച്ചതാ. എവിടെയാണ് ഒതുക്കിയത്? എവിടെയാണ് ഒതുക്കി വെച്ചത്? ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആത്മമണ്ഡലത്തിനകത്ത് പൊട്ടിക്കണം ഇന്ന് രാത്രിയിൽ. ആമേൻ. 7ാമത്തെ ദിവസം ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ഉയർത്തുന്നത് സ്വർഗത്തിന്റെ കരമാണ്. ആമേൻ, മനുഷ്യകരമല്ല. യേശുക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, നിന്നെ ഉയർത്തുന്നത് മനുഷ്യകരമല്ല, ദൈവത്തിന്റെ കരമ. നീ എവിടെയാകണമെന്നും നീ എന്താകണമെന്നും ദൈവദാസി പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ഒരു അടിച്ചുറപ്പിച്ചു വരും കുറ്റിയിൽ നിന്നും കയറൂരി വിടുന്നത് പോലെ കർത്താവിനോട് പറയുന്നു, കയറൂരി വിടുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ വാള് വന്ന് ആ കയറിനെ വെട്ടി മാറ്റി ഇനി ജോയിൻ ചെയ്യാൻ കഴിയത്തില്ല. ആ തരത്തിൽ ഹല്ലേലൂയ സ്തോത്രം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നിങ്ങൾ പുറത്തു വരും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനകത്താണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒരു സാധാരണ ശുശ്രൂഷയല്ല കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷ പുറത്തു വരണമെന്നുള്ളത് ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗത്തെ അവൻ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു മനുഷ്യശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ 29 കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഹെർമോന്റെ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് ഒഴുകുന്നത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അസാധാരണമായ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യമാണ്. ഈ രക്തത്തിന്റെ സാന്നിധ്യം നിന്റെ ശരീരത്തെ വിടുവിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചില രോഗങ്ങളെ കൊണ്ടുവന്ന്, രാത്രിയിൽ വ്യക്തമായി ദൂത് കേട്ടോണം, ചില രോഗങ്ങളെ കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ ഒതുക്കി കളഞ്ഞിട്ട് ശുശ്രൂഷകൾക്കോ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകാനുള്ള സകല വഴികളെയും അടച്ച് ആമേൻ ഹല്ലേലൂയ നിന്റെ വഴികളെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം കാൽവറിയുടെ ക്രൂശിൽ നിന്നും ഒഴുകി താഴേക്ക് ഇറങ്ങിയ രക്തം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ പെട്ടകത്തിന്റെ മുകളിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് വീണ്ടും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൂതറിയിപ്പിക്കുന്നു, നീ പുറത്തു വരും, നീ പുറത്തു വരും. ഇതിനകത്തിൽ ആരൊക്കെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും, നിങ്ങളുടെ തലമുറകളെ ഉയർത്തും. ഹല്ലേലൂയ സ്തോത്രം. ഒരു അതിരുകളും വെക്കാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. അതിരുകളെ പൊട്ടിച്ചു വിടുന്ന ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ സൈമൺ ജോർജ് പാസ്റ്ററിനോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ആമേൻ ഹല്ലേലൂയ ആ ബോർഡർ എന്ന് പൊട്ടി മാറുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് കർത്താവിന്റെ ദാസനെയും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് വരിക. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുന്നത് നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനോട് പറയുന്ന ദൂത, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. അടുത്ത പദം പറയാം, ഭയപ്പെടാതെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ആമേൻ ഹല്ലേലൂയ. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ആമേൻ. ധൈര്യമുണ്ടോ ഈ കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചക അഭിഷേകത്തോടുകൂടി, ഒരു പ്രവാചക അഭിഷേകത്തോടി ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കും. ആമേൻ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഹല്ലേലൂയ. ഇന്നതേ ആകാവൂ, ഇന്നതേ ചെയ്യാവൂ, ഇന്നതിനകത്ത് നിൽക്കാവൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആമേൻ ഹല്ലേലൂയ, അതിനെയെല്ലാം മറികടക്കുന്ന,
അതിനെയെല്ലാം ആമേൻ ഖണ്ഡിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ, ഈ 7ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഒരു വലിയൊരു മാൻഡിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ വീഴുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ദൈവരാജ്യത്തിന്റെ അകത്താണോ നിൽക്കുന്നത്? ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്നെ കുറിച്ചുള്ള പ്രവർത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചോദിക്കുന്നതോ നനയ്ക്കുന്നതോ അതിനൊക്കെ അപ്പുറത്തായിട്ട് സുവിശേഷത്തിന്റെ ചില ഡോറുകളെ ആമേൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കുക. ഇന്ന് രാത്രിയിൽ ദൈവമഹത്വം വ്യാപരിക്കപ്പെടുകയാണ്. ദൈവമഹത്വത്തിന്റെ ആഴയിൽ ഓരോ കുടുംബങ്ങൾക്കകത്തിലും ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വീഡിയോകളുടെ ഒക്കെ മറവിലിരിക്കുന്നവർ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്ന, ആമേൻ, ഒരു പ്രത്യാശിക്കുന്ന ശുഭഭാവി, ആമേൻ, ഈ നാളുകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരാൻ പോവുകയാണ്. ഇതൊരു സാധാരണ ഡിവൈസ് അല്ല. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ആമേൻ അഭിഷേകത്തിന്റെ വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രിയിൽ ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷിക്തൻ ആമേൻ, ഹല്ലേലൂയ, 7ാമത്തെ രാത്രിയിൽ ആമേൻ 2 സെക്ഷനുകൾ കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ ദൈവവചനം കേട്ടു. ഇന്ന് രാത്രി നിങ്ങൾ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ അതിനെ ഒന്ന് ആ ഹൃദയത്തിനകത്തിൽ വഹിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുക. അടുത്ത നിമിഷങ്ങൾ ഞാൻ കർത്താവിന്റെ ദാസനെ ഏൽപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരുമിച്ച് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ ദാസനെ നമുക്ക് ആമേൻ കരം ചേർത്തടിച്ച് ആമേൻ കർത്താവിന്റെ ദാസനെ നമുക്ക് വെൽക്കം ചെയ്യാം. ആമേൻ. വെൽക്കം ദൈവദാസനെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ 3ാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ എല്ലാ അത്ഭുതങ്ങൾക്കായി, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. ദൈവം ധാരാളമായിട്ട് നമ്മൾ എല്ലാവരെയും ഇന്ന് രാത്രിയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം മറുപടി തരട്ടെ. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചും വശങ്ങളെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയും നമ്മൾ ഈ വിഷയത്തെ പറഞ്ഞാൽ തീരത്തില്ല, ഇനിയും കിടക്കുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ഭാഗം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു മെസ്സേജ് അയച്ചിരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം വായിച്ചുകൊണ്ട് വരണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വായിച്ചവർക്കായി സ്തോത്രം, വായിക്കാത്തവർക്കായി സ്തോത്രം. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അത്രയും പെട്ടെന്ന് വേഗത്തിൽ പിടികിട്ടത്തില്ല. ഓക്കെ, എനിവേ നമുക്ക് ശ്രമിക്കാം. ബാക്കി നിങ്ങൾ അടുത്ത ദിവസം വായിക്കണം. കാരണം മത്തായി സുവിശേഷം 13-ാം അധ്യായം മൊത്തം ദൈവരാജ്യത്തെ കുറിച്ചാണ്, ദൈവരാജ്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ 13-ാം അധ്യായത്തിൽ മുഴുവൻ വായിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞതിന് ശേഷം മറ്റൊരു ഭാഗത്തിലേക്കും കൂടെ നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ടാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ആയിരിക്കുന്നത് തന്നെ, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് തന്നെ ഈ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാദ്യം നമ്മുടെ തലയിലോട്ട് കയറണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മുടെ തലയിൽ കയറേണ്ട കാര്യം എന്തുവാണ്? ദൈവത്തിന്റെ രാജ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ്. അനുഗ്രഹം പ്രാപിക്കുവോ, നന്മ പ്രാപിക്കുവോ, ഇതൊക്കെ ഇതിനിടയ്ക്ക് നടന്നോട്ടെ. പക്ഷെ അതല്ല നമ്മുടെ പർപ്പസ്. നമ്മുടെ ഏറ്റവും വലിയ പർപ്പസ് എന്തുവാണ്? ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുക. അതാണ് കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നതും അതിനു വേണ്ടിയിട്ടാണ്. ആ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വ്യാപ്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തുടങ്ങി വെച്ച സംഭവം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തുടങ്ങി വെച്ചു. ബാക്കി കാര്യം നമ്മുടെ കയ്യിൽ തന്നേച്ച് പോയേക്കാം. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഒരു ബാറ്റൺ കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലോട്ട് തന്നേക്കുക. ഇതുകൊണ്ട് ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. സോ നമ്മൾ ജീവിക്കുന്നത് തന്നെ കിങ്ഡം പർപ്പസിനാണ്.
എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? എൻ്റെ ജീവിതം കിങ്ഡം പർപ്പസാണ്. ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പർപ്പസ് കിങ്ഡം പർപ്പസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് വളരെ പ്രാധാന്യത കൊടുത്തുകൊണ്ട് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത്. കിങ്ഡത്തിനകത്ത് ജീവിക്കേണ്ടതിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് 5-ാം അധ്യായം മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. ദൈവരാജ്യത്തിന്റെ മറ്റു പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, അവിടേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. പക്ഷേ ഈ ഒരു അധ്യായം പറഞ്ഞിട്ട് മറ്റു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ യേശു പറയുന്ന 1-2 ഉപമകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉപമകൾ യേശു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശു ഉപമകളായിട്ടാണ് എല്ലാം സംസാരിച്ചത്. ഇവിടെയും ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഉപമകളായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ആദ്യത്തെ ഉപമ ഇവിടെ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു പോയി. നമുക്ക് ഇതിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നത് കൊണ്ട്, നിങ്ങൾ അത് വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ വിശദീകരിച്ച് പറയുന്നില്ല. മനുഷ്യൻ വിതയ്ക്കാൻ വേണ്ടി പോയി. വിതച്ചപ്പോൾ 2-3 സ്ഥലങ്ങളിലാണ് ആ വിത്ത് വീണത്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ വീണ ഈ വിത്തിനെ കുറിച്ചുള്ള വിശദീകരണത്തായിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്, ഇത് രാജ്യത്തിന്റെ, നമ്മളതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഉദാഹരണം പറഞ്ഞിട്ട്, ഈ ഉപമ പറഞ്ഞിട്ട് യേശു നേരെ പോകുന്നത് എങ്ങോട്ടാ? ദൈവരാജ്യത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പറഞ്ഞ ഉപമ ദൈവരാജ്യവുമായിട്ട് കണക്റ്റഡ് ആയതാണ്. എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യൻ വിതച്ചപ്പോൾ എന്ത് ചെയ്തു? 4-ാമത്തെ വാക്യം, ചിലത് വഴിയരികെ വീണു. 5-ാം വാക്യത്തിൽ വായിക്കുന്നു ചിലത് പാറസ്ഥലത്ത് വീണു. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളിന്റെ ഇടയിൽ വീണു. 4-ാമത്തെ കാര്യം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണാം, മറ്റു ചിലത് നല്ല സ്ഥലത്ത് വീണു. നല്ല സ്ഥലത്ത് വീണത് എന്ത് ചെയ്തു? 30, 60, 100 മേനിയായി വിളഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് അവരോട് ഉപമകളായി ഒരു ഡൗട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് 100, 60, 30 എന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്? നമുക്ക് ഇപ്പം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 30, 60, 100 എന്നല്ലേ വരുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്ത് തരണേ സിസ്റ്റർ. 100, 60, 30 മേനിയാണെന്നുള്ളത് സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാനും അത് നോട്ട് ചെയ്യുന്നത്. ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ, നല്ല കാര്യം. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഒരു വളർച്ച, നല്ല നിലത്ത് വീണത് വളരുന്നതിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ഇമ്പോർട്ടൻസ് ദൈവരാജ്യത്തിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് കർത്താവ് ഇക്കാര്യം പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്തുവാണ്? ദൈവവചനമാണ്. ആ ദൈവവചനം, ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യം എന്തായിരുന്നു? ഒരുവന്റെ അകത്താണ് ദൈവരാജ്യം. ഇത് ഇൻവിസിബിളാണ്, അത് കാണാൻ പറ്റുന്നതല്ല. ആ ഒരുവന്റെ അകത്താണ് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകുന്നത്. ആ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ ദൈവവചനം വീഴേണ്ടതുപോലെ വീഴണം. അതാ കർത്താവ് പറഞ്ഞത്. ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണതിനെ കുറിച്ചുള്ള വിശദീകരണം കർത്താവ് താഴോട്ട് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ ഗ്രഹിച്ചുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട്, എന്തോ വചനമാ? രാജ്യത്തിന്റെ വചനം. ഓക്കെ, നമ്മൾ എന്തുവാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്? എന്തുവാ? ദൈവരാജ്യത്തെ കുറിച്ചാ. അപ്പൊ ഈ കേൾക്കുന്ന വചനം എന്തുവാ? രാജ്യത്തിന്റെ വചനമാ. ഈ രാജ്യത്തിന്റെ വചനം വീഴുന്നത് എവിടാ? അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, വഴിയരികിൽ വീണത് ആരെ കാണിക്കുന്നതാ? കേട്ടിട്ട് ഗ്രഹിക്കാത്തവനാ. കേട്ടിട്ട് ഗ്രഹിക്കത്തുമില്ല. അങ്ങനെയുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടൻ വന്ന് ഈ വിത്തുകളെ എടുത്തു കളയും. വചനമാകുന്ന വിത്ത് എന്തുവാ? വിത്ത് രാജ്യത്തിന്റെ വചനമാണ്. ഈ രാജ്യത്തിന്റെ വചനമാകുന്ന വിത്ത് അവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയും. ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റണമെങ്കിൽ, നമ്മുടെ അകത്ത് വരുന്ന വീഴുന്ന ഈ വിത്തുണ്ടല്ലോ, ഈ കർത്താവിന്റെ വചനമാകുന്ന വിത്ത്, ഇത് വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അർത്ഥം. എങ്കിൽ മാത്രമേ ദൈവവചനം പറയുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പം ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുഷ്ടൻ വന്ന് നമ്മുടെ അകത്ത് വീഴുന്ന വചനമാകുന്ന വിത്തിനെ എടുത്തു കളയല്ല. രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ അകത്ത് വീഴുന്ന രാജ്യത്തിന്റെ വിത്ത്, പ്രൈസ് ഗോഡ്. എങ്ങനെ ഇന്ന് പിശാച് ഈ വിത്തിനെ എടുത്ത് കളയുന്നറിയോ? വഴിയരിൽ വീണതുപോലെ ആയി പോകുന്നതിന്റെ കാര്യം എന്നറിയോ? നമ്മൾ ഈ വചനത്തെ എല്ലാം കോട്ടി മാറ്റി അനുഗ്രഹത്തിന് വേണ്ടി ഇതിനെല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ചേക്കുക. എങ്ങനെ എനിക്ക് അനുഗ്രഹം കിട്ടാന്നുള്ള വചനം മാത്രം എടുത്തു വെച്ചാൽ നമ്മൾ പോവുക. അപ്പൊ രാജ്യത്തിന്റെ വിത്ത് വീഴേണ്ട രീതിയിലല്ല അകത്ത് വീഴുന്നത്. ഒരു വലിയ പിശാചിന്റെ തന്ത്രമാണ്. ഇതിനെ ഇന്ന് രാത്രി ജയിച്ചോണം. ഈ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിത്ത് നമ്മുടെ അകത്ത് വീഴുന്നത് വീഴേണ്ടതുപോലെ വീഴാൻ
ദുഷ്ടൻ അതിനെ കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത്. അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. ഇനി അതിന്റെ 20-ാമത്തെ വാക്യം, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, എങ്കിലും അത് ഇല്ലായകയാൽ അത് ക്ഷണികൻ അത്രേ, ഉണങ്ങിപ്പോകുന്നു പെട്ടെന്ന്. അടുത്ത ആളിനെ കുറിച്ച് പറയുകയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആവേശത്തോടെ ദൈവവചനം കേൾക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഒച്ചു വാഴ കയറിയ പോലെ ഇരിക്കും. ഒച്ചു ഭയങ്കര ആവേശത്തോടെ വാഴ കയറുന്നത്, ഭയങ്കര ഞാൻ ഇപ്പം മേളിൽ ചെല്ലുമെന്ന് പറഞ്ഞ മേളിൽ ചെന്നപ്പോഴത്തേന് ഓന മച്ചാൻ തിരുമ്പി വന്നെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോയ പുള്ളി നേരെ തിരിച്ച് പെട്ടെന്ന് താഴോട്ട് വരും. ഈ സംഭവമാണ് പലപ്പോഴും നമ്മളെ വളരാൻ അനുവദിക്കാത്തത്. ഇന്ന് രാത്രി ഇതിനെ നമ്മൾ ജയിക്കണം. ആവേശത്തോടെ കൈക്കൊള്ളുന്നത് നല്ലതാണെങ്കിലും ഈ വചനം ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യാനും ഇതിൽ വളരാനും നമ്മൾ അവസരം കൊടുക്കണം. ഒത്തിരി വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. അടുത്ത കാര്യം, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇറങ്ങിപ്പോകുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? പാറസ്ഥലത്ത് വീണതാണെങ്കിൽ, വേര് പിടിക്കാത്തതാണെങ്കിൽ, എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ ചെമ്പന്താൾ വാടി പോലെ അങ്ങ് വാടും. അകത്തു വചനമുള്ളവൻ എന്തു കേട്ടാലും വാടിപ്പോകരുത്. രാത്രി അത് അങ്ങനെ സ്വീകരിക്കണം. പ്രൈസ് ഗാഡ്. ഇങ്ങനെ ഈ വചനത്തെ, ഇതെന്തുവാ? രാജ്യത്തിന്റെ വചനമാണ്. രാജ്യത്തിന്റെ വചനം അകത്ത് വീണാൽ, രാജ്യത്തിന്റെ വിത്ത് അകത്ത് വീണാൽ വളരുന്നത് എന്തുമായിരിക്കും? രാജ്യം വളരും. മർമ്മം പിടികിട്ടുന്നുണ്ടോ? രാജ്യത്തിന്റെ വിത്ത് വീണാൽ അകത്തുനിന്ന് വളരുന്നത് എന്തുമായിരിക്കും? രാജ്യമായിരിക്കും വളരുന്നത്. ഈ രാജ്യം നമ്മുടെ അകത്ത് വളരുകയും ഈ രാജ്യം അകത്തോട്ട് സ്പ്രെഡ് ആകുകയും ചെയ്യണം. ഈ രാജ്യം എവിടെയൊക്കെ നമ്മൾ പോകുന്നു അവിടെയെല്ലാം ഈ രാജ്യം സ്പ്രെഡ് ആകണം. ഈ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. വചനത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പറയുന്നു, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. 22-ാമത്തെ വാക്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നു. അയ്യോ, ഈ പുള്ളിക്ക് എന്തോ പറ്റിയേ? ഇങ്ങോട്ട് നോക്കിയേ. ഈ 3 കൂട്ടരും വചനം കേൾക്കുന്നവരാ, ആണോ അല്ലയോ? കേട്ടത് ഏത് വചനമാ? രാജ്യത്തിന്റെ വചനമാണ്. പക്ഷെ എന്തു സംഭവിച്ചില്ല? കേട്ടതൊന്നും പ്രയോജനമായി വന്നില്ല. ഒരു പുള്ളിയുടെ അകത്തൊന്ന് ദുഷ്ടൻ എടുത്തുകൊണ്ട് പോയി. ഒരു പുള്ളിയുടെ അകത്ത് വേരില്ലാത്തതുകൊണ്ട് അത് വളർന്നില്ല. അടുത്ത പുള്ളിയെ കുറിച്ച് വായിക്കുകയാണ്, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും. 2 കാര്യമാണ് പ്രധാനമായിട്ട് അവിടെ കാണുന്നത്. ഒന്ന്, ലോകത്തിന്റെ ചിന്ത. ലോകത്തിന്റെ ചിന്ത നമ്മെ ഭരിച്ചാൽ വചനം അകത്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല. വചനം ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അകത്ത് ദൈവരാജ്യം വളരത്തില്ല. അപ്പൊ നമ്മുടെ അകത്ത് ദൈവരാജ്യം ദൈവം സ്ഥാപിച്ചു. ഇതെന്തോ ചെയ്യണം? വിത്ത് പോലെ വളരണം. താഴോട്ട് വരുമ്പോൾ യേശു വേറൊരു ഉപമ പറയുന്നുണ്ട്. ഇത് ചെറിയൊരു കടുകുമണിക്ക് സമാനമാണ്. ഇതൊരു നിലത്ത് വീണിട്ട് എന്ത് സംഭവിച്ചു? അത് വലിയ വൃക്ഷമായി തീർന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അനേക പക്ഷികൾ വന്ന് അതിനകത്ത് പാർക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അകത്തു വീഴുന്ന വചനമാകുന്ന വിത്ത് അകത്ത് വളർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അനേകർക്ക് അത് ആശ്വാസമായി തീരും, അനേകർക്ക് അത് തണലായി മാറും, ഒരു വൻ മരമായിട്ട് അത് വളരും. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം കൊണ്ട് ദൈവമക്കളെ, നമ്മുടെ അകത്ത് ഈ ദൈവത്തിന്റെ വചനം വളരട്ടെ, അതൊരു വൻ വൃക്ഷമായി തീരട്ടെ, അനേകർ അതിനകത്ത് വന്ന് കൂടുവയ്ക്കട്ടെ, അനേകർക്ക് അത് ആശ്വാസമായി തീരട്ടെ. അങ്ങനെ ഒന്ന് സമർപ്പിക്കാമോ ഇന്ന് രാത്രി? കർത്താവേ, ദുഷ്ടൻ എന്റെ അകത്ത് വീഴുന്ന വചനം എടുത്തുകൊണ്ട് പോകരുത്. വേര് പിടിക്കട്ടെ, എന്റെ അകത്ത് വീഴുന്ന വചനമൊക്കെ ആഴത്തിൽ ഇറങ്ങട്ടെ. പ്രൈസ് ഗാഡ്. അടുത്തത്, ലോകത്തിന്റെ ചിന്ത എന്റെ അകത്തുണ്ടായാൽ സംഭവിക്കുന്നത് എന്താണ്? എന്റെ അകത്തുള്ള വചനത്തിന്റെ വളർച്ചയെ, ദൈവവചനത്തിന്റെ വളർച്ചയെ, ദൈവരാജ്യത്തിന്റെ വളർച്ചയെ കെടുത്തിക്കളയും. രാത്രി അതിനെ ഇന്ന് പൊട്ടിക്കണം. ഇന്ന് രാത്രി എത്ര പേര് റെഡി ആവുന്നുണ്ട് അതിനെ ഇന്ന് പൊട്ടിക്കാൻ? ലോകത്തിന്റെ ചിന്ത നമ്മുടെ അകത്തുനിന്ന് പുറത്തു പോകട്ടെ. ലോകം അകത്തുനിന്ന് പുറത്തു പോകണം. ഞാനൊരു വലിയ ആത്മീയ മർമ്മം നിങ്ങളോട് പറയട്ടെ. ലോത്തും അബ്രഹാമും രണ്ടുപേരും ഒരുപോലെ യാത്ര പുറപ്പെട്ടവരാണ്. അബ്രഹാമാണ് ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട് പുറപ്പെട്ടത്, പക്ഷെ ലോത്തും കൂടെ ഉണ്ടായിരുന്നു. ഈ പുള്ളി കൂടാരം നീക്കി അടിച്ച് എവിടെ ചെന്നറിയാമോ? സോദോമിൽ ചെന്നു, പാപത്തിന്റെ പട്ടണത്തിനകത്ത് ചെന്നു. അബ്രഹാമും അതുപോലെ കൂടാരം നീട്ടി അടിച്ചാ പോയത്, പക്ഷെ അവൻ ചെന്നത് വാഗ്ദത്ത ദേശത്തെത്തി. അല്ല, ദൈവിക അനുഗ്രഹത്തിനകത്തേക്ക് ചെന്ന് കയറി. എന്താ ഇതിന്റെ കാര്യം? ഒരു സീക്രട്ട് ഞാൻ പറയാം. വലഞ്ഞു പോയ നീതിമാൻ എന്നൊക്കെ പുള്ളിയെ കുറിച്ചൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പുള്ളി ഈ പാപത്തിന്റെ പട്ടണത്തിനകത്ത് ചെന്ന് പെട്ടത് എങ്ങനെയാണെന്നറിയോ? പുള്ളിക്ക് ഈ ലോകത്തിന്റെ ചിന്ത അകത്ത് കിടപ്പുണ്ടായിരുന്നു. ലോകത്തിന്റെ അകത്ത് ചിന്ത കിടക്കുന്നവൻ കൂടാരം അടിച്ചടിച്ച് അതിനകത്ത് തന്നെ ചെന്നപ്പെടും. അകത്തുനിന്ന് ലോകം പോയില്ലെങ്കിൽ ലോകം നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലാവും? ഈ വാക്യം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തിന്റെ ചിന്ത
എന്ത് സംഭവിച്ചു? ഈ മനുഷ്യന്റെ അകത്ത് വചനം വളരാൻ സമ്മതിച്ചില്ല. നോക്കി, അബ്രഹാമിന്റെ അകത്ത് വചനം അങ്ങ് വളർന്നു. അബ്രഹാം ഫലം കായ്ച്ചു. അബ്രഹാമിലൂടെ ദൈവം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ആ രാജ്യം, ആ ജാതിയെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ ഈ ലോകത്തിന് ആ ഒരു വിളിയില്ലായിരുന്നു, കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. ഓക്കെ, വിളിയില്ല, കുഴപ്പം, സമ്മതിച്ചു. പക്ഷെ വിളിയുള്ളവന്റെ കൂടെയും ചേർന്ന് നിൽക്കണ്ടേ? അതും ചെയ്തില്ല. അന്നേരം പുള്ളി തലപൊക്കി നോക്കി പച്ചയായിടത്തോട്ട് അങ്ങ് പോയി. ചെന്ന് കയറിയത് പാപത്തിന്റെ കൂടിനകത്താണ്. ദൈവമക്കളെ, ലോകം നമ്മുടെ അകത്തുനിന്ന് പോയില്ലെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തെ മുഴുവൻ കെടുത്തിക്കളയും. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, എന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തെ പിശാച് തടയാൻ ലോകത്തിലെ ചിന്ത, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം. ലോകത്തിലെ ചിന്ത എന്റെ അകത്തുനിന്ന് പുറത്തു പോകണം. ഒന്ന് ലോകത്തിന്റെ ചിന്ത, അതിന് തന്നെ ഒരു വിശദീകരണമാണ് ധനത്തിന്റെ വഞ്ചന. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഈ ധനത്തിന്റെ ചിന്ത ആൾക്കാരുടെ അകത്ത് കയറിയാൽ പണ്ടാണ്ട് പറഞ്ഞ പോലെ, മലയാളത്തിൽ പറയുന്ന പോലെ, കമന്ന് വീണ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ വളരാൻ പറ്റത്തില്ല നമ്മുടെ അകത്ത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കമന്ന് വീണ കാപ്പണം കൊണ്ട് പുള്ളി എഴുന്നേക്കോളുന്നു. ഇവനെ കൊണ്ട് ദൈവരാജ്യത്തിന് ഒരു ഗുണവുമില്ല. പണം ദൈവം തരും. ദൈവത്തെ നോക്കി, അവന്റെ മുഖത്തേക്ക് നോക്കി, അവനെ ആശ്രയിച്ച് മുമ്പോട്ടിറങ്ങാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ ഞാനത് പറഞ്ഞോട്ടെ. മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പല പ്രാവശ്യം ഇങ്ങനെ വന്നതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളെ പറഞ്ഞെന്ന് അതിന് ഓർമ്മയില്ല. എന്താ ആവർത്തന വിശുദ്ധയാണെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഈ സാമ്പത്തിക കാര്യങ്ങൾക്കകത്ത് പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കാറില്ല. നമുക്ക് നല്ല വിശ്വാസം ആരെയാണെന്നറിയോ? ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ അധികം നമുക്ക് സാമ്പത്തിക കാര്യത്തിൽ വിശ്വാസം അടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന പുള്ളിക്കാരനെ. പുള്ളിയോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ദൈവത്തെ അത്രയും വിശ്വാസം നമുക്ക് ഇല്ല. നിങ്ങൾ ചിരിക്കേണ്ട, നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞ്, അങ്ങനെയൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ, അല്ലേ? പലിശക്കാരനോട് ചോദിച്ചാൽ പലിശ കൊടുത്താൽ മതി, കിട്ടും, നമുക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ദൈവത്തെ നമുക്ക് വിശ്വാസം അത്രയില്ല. ദൈവങ്ങളെ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്തു. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഞാൻ ഒരു മനുഷ്യനോട് വായ്പ ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ എന്നെ പൊക്കി പറയല്ല, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നല്ലതാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തോട് പറയാ, ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങയുടെ വേല ചെയ്യാൻ ഇറങ്ങിയതാ. എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് അങ്ങക്ക് അറിയാം. സമയത്ത് അങ്ങ് തരും. അങ്ങ് തരാത്തൊന്നും എനിക്ക് വേണ്ട. നമ്മൾ ഈ ആത്മലോകത്തെ വലിയ സമ്പത്തിന്റെ വലിയ കൂമ്പാരമായിട്ടാണ് ഇന്ന് കണ്ടിരിക്കുന്നതും അങ്ങനെ പറഞ്ഞ് വലിപ്പിച്ചിരിക്കുന്നതും. പക്ഷെ ഞാൻ ദാരിദ്ര്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളല്ല, എന്നാൽ സമൃദ്ധിയും പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടി സമൃദ്ധമായ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒന്നിനും മുട്ടില്ലാതെ തക്ക സമയത്തിന് മുൻപേ, സമയത്ത് തന്നെ കർത്താവ് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാമ്പത്തിക കാര്യത്തിനകത്ത് എനിക്ക് ഭയങ്കര വിശ്വാസം ആ കാര്യത്തിൽ, ദൈവത്തെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഞാൻ എടുത്ത വേറൊരു തീരുമാനം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് വിഷമമൊന്നും വിചാരിക്കേണ്ട. ഇനിയുള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, ഞാൻ ലോൺ എടുത്ത് ഇനി ഒരു സാധനം വീട്ടിൽ മേടിക്കത്തില്ല. ഇന്ന് ബാങ്കുകാരുടെ പുറകെ നടക്കുക. മൊബൈലിൽ ലോൺ എടുക്കുക, ഐപാഡിന് ലോൺ എടുക്കുക, വീടിന് ലോൺ എടുക്കുക, കാറിന് ലോൺ എടുക്കുക, വീട്ടിലുള്ള എല്ലാ സാധനവും ലോൺ എടുക്കുമെന്ന് പറഞ്ഞ് നമ്മളെ കടത്തിനകത്ത് കയറ്റി വെക്കാൻ ഈ ബാങ്കുകാർ മുഴുവൻ പുറകെ നടക്കുക. എല്ലാ ദിവസവും വരും മെസ്സേജ്, നമുക്ക് എല്ലാവർക്കും വരും, അല്ലേ? ഇതൊരു ഈവിൾ സ്ട്രാറ്റജി ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇന്ന് കടമില്ലാത്ത മനുഷ്യനെ ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ആ പരിപാടി വേണം. എനിക്ക് വീട്ടിൽ ബൈക്ക് മാത്രമേ ഉള്ളൂ, 4 വീലർ ഇല്ല. എല്ലാവരും എന്നോട് പറയും, പാസ്റ്ററെ, ലോൺ ഇട്ടൊരു വണ്ടി മേടിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് കടമില്ലാതെ എനിക്കൊരു വണ്ടി തരാൻ പറ്റും. എനിക്ക് ദൈവം തരുന്നതിൻ്റെ അന്ന് മതി, അല്ലാത്ത എനിക്ക് വേണ്ട. ഞാൻ നടന്നു പോക്കോളാം, അല്ലെങ്കിൽ ബൈക്കിന് പോക്കോളാം, ഇവിടെ ഇഷ്ടം ഊബർ ബുക്ക് ചെയ്ത് ഞാൻ പോക്കോളാം. എനിക്ക് ഇവിടെ മെട്രോ ഉണ്ട്, ഞാൻ മെട്രോയ്ക്ക് പോകണം, നോ കംപ്ലൈന്റ്. ചിലപ്പോൾ തോന്നും, കർത്താവ് എന്താ തരാൻ സമയമായെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കംപ്ലൈന്റ് ഇല്ല. ഞാനിത് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ, അല്ലെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോൺ ഇട്ടൊരു വണ്ടി മേടിക്കാം. എന്നിട്ട് ഞായറാഴ്ച വന്ന് നീണ്ടു നിന്നൊരു സാക്ഷ്യമുണ്ട്, എന്റെ കർത്താവ് എനിക്കൊരു വണ്ടി തന്നു. എവിടെ കർത്താവ് തന്നു? ഇത് ലോണുകാരനാ തന്നെ, ബാങ്കുകാരനാ തന്നെ, കർത്താവ് തന്നല്ല. നമ്മളെ പോലെ വെള്ളത്തിൽ പിടിച്ച സാധനങ്ങൾ ലോകത്ത് വേറെ ഉണ്ടോ? ചുമ്മാ അങ്ങ് പറയുക. കൊടുക്കുകയാണെങ്കിൽ മഹത്വം ദൈവത്തിന് ഫുള്ള് കൊടുക്കണം. ബാങ്കുകാരനും ബാങ്കുകാരൻ്റെ കടം മേടിച്ചു ദൈവത്തിന്റെ ആ മഹത്വം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത്, ധനത്തിന്റെ വഞ്ചന നമ്മളെ കുടുക്കി കളയല്ലേ. പ്രൈസ് ഗോഡ്. കർത്താവിനെ വിശ്വസിക്കുക, കണ്ണു അടച്ച് വിശ്വസിക്കുക. യോബൊക്കെ പറഞ്ഞ പോലെ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും.
ചന്ദ്രയ്ക്ക് മേശയ്ക്ക് അഭേദനവും ഒക്കെ പറഞ്ഞ പോലെ പറയണം, അവൻ എനിക്ക് വേണ്ടി ചെയ്യും. ഇനി ചെയ്തില്ലേലും എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവ് നോ കംപ്ലൈന്റ്സ്? ഞാനൊരു കംപ്ലൈന്റ് ബോക്സ് അല്ലെന്ന് പറയാമോ? യെസ്, നോ കംപ്ലൈന്റ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് മുള്ളിനിടയിൽ വീണത് ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയുമാണ്. ഇത് അകത്ത് കയറിയാൽ നമ്മുടെ അകത്ത് ദൈവവചനം വളരത്തില്ല. ദൈവവചനം വളർന്നെങ്കിലേ ദൈവരാജ്യം നമ്മുടെ അകത്ത് വളരൂ. ഓക്കെ, സമയമില്ലാത്ത അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അടുത്ത വാക്യം 24-ാമത്തെ വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചവനോട് സദൃശ്യമാകുന്നു. അവൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നിട്ട്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവ് വേറൊരു ഉപമ പറയാം. ആ ഉപമ പറഞ്ഞിട്ടാണ് ഇതിന്റെ മറുപടി, ഇതിന്റെ വിശദീകരണം എന്തുവാന്ന് കർത്താവ് പറയുന്നത്. ഓക്കെ, നമുക്കത് ചിന്തിച്ചങ്ങ് പോകാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കിടന്ന് കുഴയും. ഓക്കെ, ഇവിടെ കോതമ്പ് വിതച്ചിട്ട് യജമാനൻ പോയി കഴിഞ്ഞപ്പോൾ, അല്ലെ ദാസന്മാർ പോയി കഴിഞ്ഞപ്പോൾ, ശത്രുവും വന്ന് ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കുറെ വിതച്ചു. ഇതെന്തുവാ? ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വയലാ, അല്ലെ, അല്ലെങ്കിൽ വയലാണ്. ആ വയലിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കോതമ്പ. ഇതിനകത്ത് ഇപ്പൊ എന്തോ കൂടെ വളരുന്നുണ്ട്? കളയും കൂടെ വളരുന്നുണ്ട്. കളയും വളരുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യമാകുന്ന വയലിനകത്ത് എന്തൊക്കെയുണ്ട്? കൊള്ളാവുന്നതുകൊണ്ട് കൊള്ളരുതാത്തതുകൊണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മുടെ കൂട്ടുവിശ്വാസിയുടെ വായിലിരിക്കുന്ന കേട്ടാ മതി, വായി നിറങ്ങുന്ന കേട്ടാ മതി. നല്ലതും തീയതും ദൈവരാജ്യത്തിനകത്തുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഒരു സംശയവും ഇല്ല. നല്ലതും തീയതും ദൈവസഭയ്ക്കകത്തുണ്ട്. ആരോടും പറയേണ്ട ഒരു രഹസ്യം ഞാൻ പറയാം. സഭയിലിരിക്കുന്ന എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല. എന്തോ സംഭവിക്കും? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും കൊയ്ത്തോളം വളരട്ടെ. ഇനി താഴോട്ട് വന്നേ, അതിന്റെ വിശദീകരണം കർത്താവ് പറയുന്നുണ്ട്. 38-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ 37 തൊട്ട്. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല ശിഷ്യന്മാർ പിന്നെ ചെന്നിട്ട് ചോദിച്ചു, കർത്താവേ, നീ എന്തായാലും മുമ്പേ ഒരു ഉപമ പറഞ്ഞല്ലോ, അതിന്റെ ഉത്തരം ഒന്നും പറഞ്ഞില്ല, അതെന്തുവാ? രണ്ടാമത് അവർക്ക് വലിയ ആവേശം അകത്തുണ്ടായിരുന്നു, എന്നാലും അവർ മറന്നുപോയില്ല. ചോദിച്ചപ്പോൾ അതിന് കർത്താവ് അന്നേരമാണ് മറുപടി പറയുന്നത്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ഈ രാജ്യത്തിന്റെ പുത്രന്മാരാരാ? വിതച്ച നല്ല വിത്ത്. മുമ്പേ നമ്മൾ കണ്ടത് എന്തുവാ? നമ്മുടെ അകത്ത് വിതയ്ക്കുന്ന രാജ്യത്തിന്റെ വിത്ത്. ഇപ്പൊ പറയാ, ഈ രാജ്യത്തിന്റെ പുത്രന്മാരാ വിത്ത്. അപ്പൊ നമ്മൾ നിലത്ത് വീണ് നമ്മൾ വളരണമെന്ന്. ഓ ജീസസ്, ദൈവരാജ്യത്തിനകത്തൊരു വളർച്ച നിങ്ങൾക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എത്ര പേർക്ക് ഇങ്ങനെ ഇന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവ്, ഞാനാകുന്ന വിത്ത് ഒന്ന് വളരട്ടെ. നമ്മുടെ അകത്ത് ദൈവരാജ്യം വളരണം, നമ്മളും വളരണം. രണ്ട് തരത്തിലുള്ള വളർച്ചയാണ്. ഓ ജീസസ്, ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടിച്ച് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ ഇന്ന് രാത്രി തൊട്ട് നിങ്ങൾ വളരാൻ തുടങ്ങുക. ഇന്ന് രാത്രി തൊട്ട് നിങ്ങൾ വളരാൻ തുടങ്ങുക. അകത്ത് ദൈവവചനമാകുന്ന വിത്ത് വളരും. ദൈവരാജ്യത്തിന്റെ വിത്താകുന്ന വചനം അകത്ത് വളരും. ഒപ്പം അകത്ത് വിത്ത് വളരുന്നതോടൊപ്പം നമ്മളും വളരും. ഒരു വളർച്ച ഇന്ന് രാത്രി ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്. ഒരു വളർച്ച ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യാം. സംഭവിക്കട്ടെ. ഇനി 39-ാമത്തെ വാക്യത്തിൽ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. എവിടെ വിതച്ചത്? ഈ കള ദുഷ്ടനാണ്, കള ദുഷ്ടന്റെ പുത്രന്മാരാ, അത് വിതച്ചത് പിശാച. ഇത് വിതച്ചത് എവിടാ? ദൈവരാജ്യത്തിനകത്ത്. ഇടയ്ക്ക് കൊണ്ട് പുള്ളി കൂടെ വിതച്ചേച്ച് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവരാജ്യത്തിനകത്ത് ഉണ്ടാവുമോ? ഇനി അതിന് 2 ഉദാഹരണങ്ങൾ വേറെ കൂടെ കർത്താവ് പറയുന്നുണ്ട്. അതുകൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത പറയുന്നു, കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. അവരെന്ത് ചെയ്യും? കള കൂട്ടി തീയിലിട്ട് ചുടുന്നത് പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ഈ ദുഷ്ടന്മാരെല്ലാം കൂടെ എവിടുന്ന? ദൈവരാജ്യത്തിനകത്തുനിന്ന് ഇതിനെല്ലാം കൂടെ ഇട്ട് ചുട്ടുകളയുന്നു. എന്തോ പറയുന്നത്? മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവൻ തന്റെ രാജ്യത്തിൽ നിന്ന് എവിടെ നിന്ന് എടുത്ത് കളയുന്നേ? രാജ്യത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന് എടുത്ത് കളയുന്ന അർത്ഥം. ദൈവരാജ്യത്തിനകത്തുനിന്ന് ഈ എല്ലാ ഇടർച്ചയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ പള്ളിയിലിരിക്കുന്ന പലതും എവിടെ ആയിരിക്കും അവസാനിക്കുന്നത്? ഇത്രയും കട്ടിയുള്ള പ്രസംഗം മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പള്ളിയിരിക്കുന്ന കുറെ എണ്ണം നരകത്തിലേക്കുള്ളതാണ്. ഇന്ന് രാത്രി ആ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകാതെ ദൈവരാജ്യത്തിന്റെ വിത്ത് അകത്തോട്ടെടുത്ത് ആ വചനം വളരുന്നതോടൊപ്പം നമ്മളും ഒരുമിച്ചൊന്ന് വളർന്നേ.
അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്റെ നടപ്പും പ്രവൃത്തി നന്നാക്കുവീനെന്ന്. പള്ളി വന്നിച്ച് നരകത്തിൽ പോയാൽ നമ്മളെ പോലെ ഹതഭാഗ്യന്മാർ ലോകത്തിലുണ്ടാകത്തില്ല. ദൈവരാജ്യത്തിനകത്ത് കയറി വെച്ച് പിന്നെ പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാവല്ലേ. ജീസസ്, ഹല്ലേലൂയ. എത്രയോ ഗൗരവമേറിയ കാര്യമാ, എത്രയോ ഗൗരവമേറിയ കാര്യമാ. നമ്മുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. പ്രവാചകൻ വിളിച്ചു പറയുക, നമ്മുടെ ചിന്തകൾ ദൈവത്തിന് നിരക്കുന്നതാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ നിരൂപണവും യഹോവേ അങ്ങേക്ക് പ്രസാദമാകുമാറാകട്ടെ. രാത്രി എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ദൈവരാജ്യത്തിനകത്ത് വന്നേച്ച് കള പറിച്ചു കളയുന്നത് പോലെ തീയിലിട്ട് ചുട്ടുകളയാനല്ല, ആ ലോകാവസാനത്തിൽ നരകത്തിലേക്ക് പോകാനല്ല, ആ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നിടത്തേക്ക് പോകാനല്ല, ദൈവരാജ്യത്തിന്റെ വാക്താക്കളായി നിന്ന് കുറെ എണ്ണത്തെ ദൈവരാജ്യത്തിനകത്തേക്ക് കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ത് സന്തോഷം അല്ലേ. അന്ന് നീതിമാന്മാർ, ആരാ? നീതിമാന്മാർ, നമ്മളെ പോലുള്ളവര് കർത്താവിന്റെ രാജ്യത്തിൽ യഥാർത്ഥമായി വളരുന്നവർ. പിതാവിന്റെ രാജ്യത്തിൽ എവിടാ വളരുന്നേ? എവിടാ സൂര്യനെ പോലെ ശോഭിക്കുന്നേ? പിതാവിന്റെ രാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. ഓ ജീസസ്, എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലാവുന്നുണ്ട് രാത്രിയില്? ഓക്കെ, ഇനി അടുത്ത ഒരു ഉദാഹരണം കർത്താവ്, ഒരു ഉപമയും കൂടെ കർത്താവ് പറഞ്ഞത് അതിന്റെ 31-ാമത്തെ വാക്യത്തിലുണ്ട്. നമ്മൾ തിരിച്ചു വരിക 31-ാമത്തെ വാക്യത്തിൽ. ഇതിനിടയ്ക്ക് കർത്താവ് പറഞ്ഞ ഒരു ഉപമ, മറ്റൊരു ഉപമ അവൻ പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യന്റെ അടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഇത് പറയുന്നത് എന്തോന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ കപ്പാസിറ്റിയെ കുറിച്ച്. ദൈവരാജ്യത്തിന്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഏറ്റവും ചെറുതാ ദൈവരാജ്യം, പക്ഷെ ഇത് വളർന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ, യേശു സ്ഥാപിച്ച ദൈവരാജ്യം ലോകം മുഴുവൻ പടർന്നു കഴിഞ്ഞു. ഇതൊരു വലിയ വടവൃക്ഷമായി തീർന്നിരിക്കുക. എത്രയോ പേരതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം, സത്യസുവിശേഷമാകുന്ന വചനം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ. അതിനു വേണ്ടിയിട്ട് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു സ്ഥാപിച്ച ആ ദൈവരാജ്യം അല്ലെ, 12 പേരുടെ അകത്ത കർത്താവ് ഇത് പ്ലാൻ ചെയ്ത്. ആദ്യം ഈ രാജ്യത്തിന്റെ വിത്ത് 12 പേരുടെ അകത്ത് പ്ലാൻ ചെയ്തു. പിന്നെ ഒരു 70 പേരുടെ അകത്തുകൂടെ പ്ലാൻ ചെയ്തു. ഇന്നത് ലോകം മുഴുവൻ എത്തി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് വിതച്ചിരിക്കുന്ന ഈ വിത്ത് ആയിരങ്ങളിലേക്ക് പടരട്ടെ, ആയിരങ്ങളിലേക്ക് ഇത് വ്യാപിക്കട്ടെ. അങ്ങനെ ഒരു സമർപ്പണം ഇന്ന് രാത്രി ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് ഇങ്ങനെ ഈ ദൈവത്തിന്റെ സൃഷ്ടികളുടെ എല്ലാം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവ സൃഷ്ടികളുടെ എല്ലാം പ്രത്യേകത ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തിൽ ദൈവം ഉണ്ടാക്കി വെച്ചേ. മനുഷ്യനെ നോക്കിയേ, മനുഷ്യനെ ഉണ്ടാക്കി റീപ്രൊഡക്ഷന്റെ കപ്പാസിറ്റിയോടുകൂടെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. വൃക്ഷലതാദികളെ, സസ്യങ്ങളെ എല്ലാം നോക്കിയേ, അതിനെല്ലാം റീപ്രൊഡക്ഷന്റെ കപ്പാസിറ്റിയോടുകൂടെ ദൈവം സൃഷ്ടിച്ചു അല്ലേ. അങ്ങനല്ലേ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നത്? ദൈവം വൃക്ഷങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത് അതത് തരം വിത്തുള്ള സസ്യങ്ങളെന്നാണ്. വിത്തുള്ള വൃക്ഷങ്ങൾ ദൈവം ഉണ്ടാക്കിയത്. മത്സ്യങ്ങളെ നോക്ക്, മൃഗങ്ങളെ നോക്ക്, ഇതിനെല്ലാം റീപ്രൊഡക്ഷൻ. ദൈവം ഉണ്ടാക്കിയതൊന്നും, ദൈവം സൃഷ്ടിച്ചതൊന്നും അതുകൊണ്ട് തീരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓ, നമ്മളെയും ആത്മീകമായി ദൈവം ജനിപ്പിച്ചെങ്കിൽ നമ്മൾ ആത്മീകമായി ഡെഡ് ആയിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്ത് വളരണം. ഒന്നുകിൽ ഇത് വളരണം, ഇത് പ്രൊഡ്യൂസ് ആവണം, ഇത് മൾട്ടിപ്ലൈ ആകണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1-ാം വാക്യം, ദ നമ്പർ ഓഫ് ദ ഡിസൈപ്പിൾസ് വർ മൾട്ടിപ്ലൈഡ് ഇൻ ദോസ് ഡേയ്സ്. അവിടെ ആദിമ നൂറ്റാണ്ടിലെ സഭ വർദ്ധിച്ചു, വളർന്നു, മൾട്ടിപ്ലൈ ആയി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഇത് ദൈവവചനത്തിന്റെ കപ്പാസിറ്റിയാ, നമ്മുടെ കഴിവ് കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ ഒരാളോടൊന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു നോക്കിയേ, അവര് 10 പേരോട് പറയും, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. നമ്മുടെ അകത്തുനിന്ന് ഒരു വലിയ ഇങ്ങനെ ഒരു സ്പ്രെഡ് ആയി ഒരു വൈഡ് വളർച്ച ഉണ്ടാവട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാവും ഇന്ന് രാത്രി. എത്ര പേർക്ക് അങ്ങനെ വളരാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്കുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം? കർത്താവേ, ഞാൻ ഇവിടെ തീരാനല്ല, എന്റെ ആയുസ് കൊണ്ട് എന്റെ ശുശ്രൂഷ തീരാനല്ല. ഓ ജീസസ്, ഞാൻ നട്ടതൊക്കെ വളരട്ടെ, ഞാൻ സ്പ്രെഡ് ചെയ്തതൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഓ ശന്തല, കർത്താവിദാസൻ ജോസഫ് പാസ്റ്ററിനെ ഉപയോഗിക്കുന്നല്ലോ നിങ്ങളെയൊക്കെ വളർത്താനും നിങ്ങൾക്കൊക്കെ അവസരം തരാനും ഈ ഒരു ശുശ്രൂഷയിലേക്ക്. അത് ആ കർത്താവിദാസന്റെ അകത്ത് ദൈവം ഇട്ട വിത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന. ഇതുപോലെ നിങ്ങളും വളരണം. നാളെ പോയി വേറെ ചർച്ച തുടങ്ങാനല്ല ഞാൻ പറഞ്ഞത്. ദൈവരാജ്യം വളർത്തണം. ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യല്.
ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്യുന്ന തലങ്ങൾ ഓപ്പൺ ചെയ്യണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓപ്പൺ ചെയ്യണം. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവല് തുറന്നിടണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ്. ഏത് സമയത്തും, ഇന്ന് രാത്രി ഞാനതൊരു പ്രവചന ശബ്ദമായി നിങ്ങൾ പറയുക, ആത്മാവിൽ ഒരു ദൂത് കൈമാറുക. ഏത് സമയത്തും ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മതലം നമ്മൾ തുറന്നിടണം. ഒരു ആത്മതലം, ആ ഒരു ഉള്ളത്തിനകത്ത് നിൽക്കണം. തോന്നുമ്പോഴെല്ലാം തോന്നുന്ന പോലൊക്കെ ജീവിച്ചേച്ച്, തോന്നുന്നതെല്ലാം പറഞ്ഞേച്ച്, തോന്നുന്നതെല്ലാം കണ്ടേച്ച് ഇങ്ങോട്ട് വന്നത് എന്റെ കർത്താവേ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സൗകര്യത്തിന് സംസാരിക്കുന്ന ആളല്ല. ദൈവത്തിന്റെ സൗകര്യത്തിന് സംസാരിക്കുന്ന ആളാണ്. ദൈവത്തിന്റെ സൗകര്യത്തിന് സംസാരിക്കുമ്പോൾ we must be available. ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുക. ചിലരങ്ങനെ ദൈവം അനുഗ്രഹിക്കാൻ പിടിക്കുമ്പോൾ കാണത്തില്ല, പള്ളി കാണത്തില്ല. ദൈവം സംസാരിക്കാൻ വിളിക്കുമ്പോൾ കാണത്തില്ല, നമ്മൾ വേറെ വല്ലയിടത്തും ആയിരിക്കും. ഇന്ന് രാത്രി ആ സിസ്റ്റം എല്ലാം പൊട്ടിച്ചുകളാ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവൈലബിൾ ആകുക. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം ആലോചന പറയുന്നു, ദൈവം വിളിക്കുന്ന സമയം, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം അവൈലബിൾ ആയിരിക്കണം. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ആരോടൊക്കെ ദൈവാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി അതിന് തയ്യാറാകാൻ, അതിന് തയ്യാറായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. ഓ ജീസസ്, 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 ഹല്ലേലൂയ. രാത്രി അങ്ങനെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവിന്റെ കയ്യില്, കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ സംസാരിച്ചാട്ടെ. സ്പീക്ക് ടു മീ, സ്പീക്ക് ടു മീ, സ്പീക്ക് ടു മീ. ഓ റാബ ശംദല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു വേദഭാഗം നിങ്ങളോട് പറയാം. മറിയ, യോസഫ്, പിന്നെ കർത്താവിനെ കാണാൻ വന്ന, യേശുവിന്റെ ജനനത്തിൽ കാണാൻ വന്ന പണ്ഡിതന്മാര്, വിദ്വാൻമാർ, അവരുടെ ആ സംഭവം ഞാൻ ഇങ്ങനെ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? മറിയ, കർത്താവ് വിസിറ്റ്, മറിയക്ക് ഇതൊന്നും അറിയത്തില്ല, ബട്ട് മറിയ റെഡിയായിരുന്നു. കർത്താവ് വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ റെഡിയായിരുന്നു. കർത്താവിന്റെ ഒരു പ്രവൃത്തി തന്നെ അകത്ത് വെളിപ്പെടുത്താൻ, കർത്താവിന്റെ ഒരു പദ്ധതി ലോകത്തിൽ റിലീസ് ചെയ്യാൻ അവൾ റെഡിയായിരുന്നു. ഈ കിങ്ഡം ദൈവം ചിലരുടെയൊക്കെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റെഡി ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ സമയത്തിന് ദൈവത്തിന് അറിയാൻ റൈറ്റ് ടൈം ഏതാ നമുക്ക് അറിയത്തില്ല. ആ സമയം റെഡി ആയിരുന്നോണം. ഇന്ന് രാത്രി ഇത് ദൈവത്തിന്റെ ശബ്ദമായിട്ട് കേട്ടു. ദൈവം ചിലതൊക്കെ സംസാരിക്കുമ്പോൾ അവൈലബിൾ ആയിരിക്കുക, റെഡി ആയിരിക്കുക. മറ്റൊരു കാര്യം എന്നോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, മറിയയ്ക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ദൂതം എന്ന് പറഞ്ഞത്, നീ ഗർഭവതിയാകും. നിന്ദിക്കുന്നൊരു കേസാ. പക്ഷെ അവളുടെ തീരുമാനം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് കർത്താവ് തീരുമാനത്തെ അക്സെപ്റ്റ് ചെയ്തു. കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവന്റെ മഹത്വം വെളിപ്പെടും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന സന്ദേശം മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ തീരുമാനം ആയിരിക്കില്ല നടക്കുന്നത്, നമ്മുടെ ആലോചന ആയിരിക്കില്ല എന്നത്. കർത്താവ് പറഞ്ഞല്ലോ, ക്രൂശ് മരണത്തിന്റെ സമയം ഗത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, കർത്താവ് ഈ പാനപാത്രം കഴിയുമെങ്കിൽ അങ്ങ് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എങ്കിലും എന്റെ ഇഷ്ടം അല്ല. ഇതാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന പ്ലാറ്റ്ഫോം. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ പറ്റും? കർത്താവേ, ഞാൻ ആ കർത്താവിന്റെ മഹത്വം വെളിപ്പെടാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നൊന്ന് പറയാമോ? ഐ വിൽ ബി ദാറ്റ് പ്ലാറ്റ്ഫോം. എന്നെയാണോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്? ഐ വിൽ ബി റെഡി ബൈ ദാറ്റ് ടൈം. കർത്താവ് എന്നെ ഉപയോഗിക്കുന്ന സമയം ഞാൻ റെഡി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഓ ജീസസ്. ആരേക്കോ ദൈവത്തിനകത്ത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ആരേക്കോ ദൈവത്തിന്റെ ആത്മാവ് കണ്ടിരിക്കുക. മറിയയോട് കർത്താവ് പറയുന്നത്, മറിയ നിന്നെ ഞാൻ കണ്ടിരിക്കുക. മറിയയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, കണ്ടിരിക്കുക കർത്താവ്. ഓ ജീസസ്. പിന്നീട് എലിസബത്ത് പറയുന്നുണ്ടല്ലോ, എന്റെ കർത്താവിനെ ഉദരത്തിൽ വഹിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന്. ഈ രാജ്യത്തിന്റെ വിത്ത് അകത്ത് വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു നമ്മള്, പക്ഷെ ഭാഗ്യം നമുക്ക് കർത്താവ് തന്നു. ഇന്ന് നമ്മൾ ആ വിത്ത് അകത്ത് വഹിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, യോസഫിന്റെ അടുക്കൽ യോസഫ് ഇങ്ങനെ ഒരു വലിയ തീരുമാനമൊക്കെ. യോസഫ് ഇപ്പൊ ഇങ്ങനെ ഈ മറിയ ഗർഭിണിയായെന്നൊക്കെ കേട്ടു. പുള്ളി എങ്ങനെയും മറിയ ഉപേക്ഷിച്ച് കടന്നു കളയാന്ന് പറഞ്ഞ് പുള്ളി ഇരിക്കുക. പുള്ളിയുടെ തീരുമാനം അതാ. രാത്രിയിൽ സ്വർഗദൂതൻ വന്ന് പ്രത്യക്ഷനായി. ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുക, യോസഫേ, നിന്റെ പ്ലാൻ അങ്ങോട്ട് മാറ്റിവെക്കേ. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനല്ല. അവള് നീതിപതിയാ. ഓ ജീസസ്. അവള് തെറ്റൊന്നും ചെയ്തിട്ടല്ല, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് മറിയെ നിന്റെ ഭാര്യയായി ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട. യോസഫ് പ്ലാൻ അങ്ങ് മാറ്റി. യോസഫ് ആരും അറിയാതെ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന പ്ലാൻ അങ്ങ് മാറ്റി. ഇന്ന് രാത്രി ചിലരുടെയൊക്കെ പ്ലാനിനെ മാറ്റി പരിശുദ്ധാത്മാവ് വേറെ പ്ലാൻ ഇന്ന് രാത്രി കൽപ്പിക്കുക കേട്ടോ. ഓ ജീസസ്.
ഏതൊക്കെയോ പ്ലാനുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരുത്തുക. ഏതൊക്കെയോ പ്ലാനുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മാറ്റുക. ദൈവത്തിനെ പറയുന്നു, മനുഷ്യന്റെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ അത്ര നിവർത്തിക്കപ്പെടുന്നത്. മനുഷ്യന്റെ പ്ലാനുകളല്ല, മനുഷ്യന്റെ പദ്ധതികളല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്ന് നിന്നുകൊടുത്തേ. ജീസസ്. അടുത്ത കാണാം, നമ്മുടെ ഹെരോദാവ് ഈ സംഭവം എല്ലാം കേട്ടു. യേശു ജനിച്ചു, യേശുവിനെ കണ്ടേച്ചൊക്കെ ഈ എന്താ പറയുന്നത് വിദ്വാൻമാർ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് വന്ന് റിപ്പോർട്ട് തരണം. എവിടെയാ എക്സാക്ട്ലി ആ പൈതൽ വളർന്നത് ജനിച്ചതെന്നൊക്കെ എനിക്ക് റിപ്പോർട്ട് തരണം. എന്തിനാ? കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ദൂതൻ വന്നിട്ട് പ്രത്യക്ഷനായി. എന്നിട്ട് എന്തോ പറഞ്ഞെന്നറിയോ? നിങ്ങൾ വന്ന വഴിയെ പോകരുത്, തിരിച്ചു വേറെ വഴിയെ വിട്ടണോ. പ്രൈസ് ഗാഡ്. പ്ലാൻ ചേഞ്ച് ആണെന്ന് കണ്ടോ? നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തേ ചിരിക്കും. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ അവൻ പ്ലാൻ ചേഞ്ച് ചെയ്യും. പ്ലാൻ ചേഞ്ച് ചെയ്താൽ അനുസരിക്കാൻ മനസ്സുണ്ടോ എന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു. ദൈവം ചില പ്ലാനുകളൊക്കെ മാറ്റി നമ്മളെ റീറൂട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ തന്നെ അങ്ങ് പറയാം അല്ലെ. ദൈവം നമ്മളെ റീറൂട്ട് ചെയ്യാൻ പോവാ. വേറെ റൂട്ട് ദൈവം പറയാൻ പോവാ. ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചു തോന്നുന്നു അല്ല, ദൈവം ചിലരെ റീറൂട്ട് ചെയ്യാൻ പോവാ. ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോ? ഇന്ന് രാത്രി പറയുന്ന ഈ പ്രവചന ശബ്ദം, ഇത് പ്രവചന ശബ്ദമായി തന്നെ എഴുതിയിട്ടോ? ദൈവം നിങ്ങളെ റൂട്ട് ചേഞ്ച് ചെയ്യാൻ പോവാ, റൂട്ട് ചെയ്യാൻ പോവാ. ഇതുവരെ വന്ന വഴിക്കകത്തുനിന്ന് ദൈവം നിങ്ങളെ പലയിടത്തേക്കും സേവ് ചെയ്ത് മാറ്റാൻ പോവാ. ദുഷ്ടന്റെ പദ്ധതിക്കകത്തുനിന്ന് ദൈവാത്മാവ് നിങ്ങളെ റീറൂട്ട് ചെയ്യാൻ പോവാ. ദുഷ്ടന്റെ നശിപ്പിക്കുന്ന പദ്ധതിക്കകത്തുനിന്ന്. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യം ഈ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിത്ത് നമ്മുടെ അകത്ത് വീണിട്ട് നമ്മളാകുന്ന വിത്ത് അങ്ങ് വളരട്ടെ, വൃക്ഷമായി വളരട്ടെ. അത് ഒരു ഹെരോദാവ് വിചാരിച്ചാലും തകർക്കാൻ പറ്റത്തില്ല. ഒരു ഹെരോദാവ് വിചാരിച്ചാലും അതിനെ ഉടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് സമയത്ത് റൂട്ട് മാറ്റും. ദൂതന്മാര് പ്രത്യക്ഷനായി, ദൂതന്മാര് വഴി പറഞ്ഞു തരും, ദൂതന്മാര് പ്ലാൻ പറഞ്ഞു തരും, ദൂതന്മാര് വഴിയും പ്ലാനും പറഞ്ഞു തരും, പദ്ധതി പറഞ്ഞു തരും. ദൈവമക്കൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം, ഇതൊക്കെ റിസീവ് ചെയ്യണം. ആ ഒരു തലത്തിലേക്ക് ഇന്ന് രാത്രി വളരണം. ദൂതന്മാര് പറഞ്ഞു തന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി വളരണമെന്നാണ് ഞാൻ പറഞ്ഞത്. യോസഫിനോട് ദൂതൻ സംസാരിക്കത്തക്ക നിലയിൽ അവൻ നീതിമാനായിരുന്നു എഴുതിയിട്ടുണ്ട് ബൈബിളില്. ഹി വാസ് റെഡി. എലിസബത്തിനോടും നമ്മളത് എനിക്ക് ഒന്ന് പ്രാവശ്യം നമ്മൾ സംസാരിച്ചാൽ തോന്നുന്നു അല്ലെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിന്തിച്ച ഒരു കാര്യമാണ്. എലിസബത്തിനോടും സഖരിയാവിനോട് ദൂതം വന്ന് സംസാരിച്ചു. ദൈവദൂതം വന്ന് സംസാരിക്കുമ്പോൾ അവര് ദൈവോൻപാകെ നിഷ്കളങ്കരായിരുന്നു, നീതിമാൻ, കുറ്റം കാണാത്തവരായിരുന്നു, കുറ്റമില്ലാതെ ദൈവോൻപാകെ ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ ഉള്ളവരോട് ദൈവം സംസാരിക്കും. അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ വന്നു രാത്രിയിൽ ദൈവോൻപാകെ. ഇതൊരു സമർപ്പണത്തിന്റെ രാത്രിയാകട്ടെ. എന്തൊക്കെയോ ആത്മാവിൽ തുടങ്ങാൻ ആഗ്രഹിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് എന്തൊക്കെയോ തുടക്കം ഇടുകയാ. ഏതൊക്കെയോ വിത്ത് നമ്മുടെ അകത്ത് വീഴുകയാ. രാജ്യത്തിന്റെ വിത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അകത്ത് വീഴാൻ ദൈവാത്മാവ് പദ്ധതി ഇട്ടിരിക്കുക. അടുത്തത് വേറൊരു രൂപം 33ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ മറ്റൊരു രൂപം അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. എന്തോ സംഭവിച്ചത്? ഈ ഈസ്റ്റ് അല്ലെങ്കിൽ ഈ പുളിച്ച മാവ് അല്പമുള്ളൂ. ആ പുളിച്ച മാവ് കൂടുതൽ മാവിനകത്തോട്ട് ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ഇതങ്ങ് സ്പ്രെഡായി. എന്റെ ചോദ്യം, പുളിച്ച മാവ് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? പുളിച്ചതാണെന്ന് കാണാൻ പറ്റുമോ? ഇത് പുളിച്ചോണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല. പുളിച്ചു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റൂ. പുളിച്ചു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റൂ. ദൈവരാജ്യം നമ്മുടെ അകത്ത് വിസിബിൾ അല്ല, പക്ഷെ അതിന്റെ റിസൾട്ട് വരുമ്പോൾ ലോകം കാണും. രോഗിയുടെ മേൽ കൈവച്ചാലേ സൗഖ്യമായി കഴിയുമ്പോഴേ ലോകം കാണത്തുള്ളൂ. അകത്ത് എന്താ ഉള്ളതെന്ന് ലോകം കാണത്തില്ല. അകത്ത് എന്താ സംഭവിക്കുന്നത് ലോകം അറിയത്തില്ല. രാത്രി വചനം അങ്ങോട്ട് സ്പ്രെഡ് ആകട്ടെ. ഈ പുളിച്ച മാവ് മറ്റുള്ള മാവിനെ പുളിപ്പിക്കുന്നത് പോലെ ഈ ദൈവരാജ്യം അങ്ങോട്ട് സ്പ്രെഡ് ആകട്ടെ. ഇതിനകത്ത് മൊത്തം അതൊന്ന് സ്പ്രെഡ് ആവട്ടെ. അതിന്റെ റിസൾട്ട് വരുമ്പോൾ രാവിലെ അടച്ചു വെച്ച് തുറന്നു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താ സംഭവിച്ചെന്നുള്ളത്. യെസ്. ഇനി അടുത്തൊരു വാക്യം, അതിന്റെ 44ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി അതൊരു മനുഷ്യൻ കണ്ടിട്ട് മറച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങി. ഓ ജീസസ്. ഇതിന്റെ അർത്ഥം എന്തോ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു മനുഷ്യൻ ചെന്നിട്ട് ഒരു വയലിൽ ഒരു നിധി കണ്ടു. അവൻ എന്തോ ചെയ്തു? തനിക്കുള്ളത് സകലതും വിറ്റേച്ച് ചെന്നച്ച വയലങ്ങ് വാങ്ങി. വയലങ്ങ് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? സകല എന്തു വില കൊടുത്തും ദൈവരാജ്യത്തെ നേടാൻ ആ മനുഷ്യൻ തയ്യാറായെന്നർത്ഥം. എന്തു വില കൊടുത്തും
പുള്ളിക്ക് പുള്ളിയുടെ കയ്യിൽ ഉള്ളതൊന്നും അല്ല വിഷയം, എല്ലാം പുള്ളി അങ്ങോട്ട് ചെലവഴിച്ചേച്ച് ദൈവരാജ്യത്തെ അങ്ങ് വാങ്ങി പുള്ളി. എന്ന് പറഞ്ഞാൽ പുള്ളി ഏറ്റവും അധികം വിലമതിച്ചത് ദൈവരാജ്യത്തിനാണെന്നർത്ഥം. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ ആരോഗ്യത്തെക്കാൾ, എനിക്കുള്ളതിനേക്കാൾ, എനിക്ക് ദൈവം തന്നിട്ടുള്ള സകലത്തിനേക്കാളും ഞാൻ വിലമതിക്കുന്നത് അങ്ങയുടെ രാജ്യമാണെന്ന് പറയാൻ? ഓ ജീസസ്. വേറൊരു കാര്യം ഞാൻ പറയാം. ലോകത്തിലുള്ളതിന്റെ പുറകെ പോയാൽ നമ്മൾ എത്ര പോകുന്നു അത്രയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും നമ്മുടെ കൈ കെട്ടതില്ല. പക്ഷെ കർത്താവിന്റെ പുറകെ പോയാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഈ ഒരു ട്രാവലിംഗ് പ്രോസസ് ഒന്ന് റിവേഴ്സ് ആവണം. നമ്മളിപ്പോ സമ്പത്തിന്റെ പുറകെ പോവുക. എങ്ങനെ പ്രാർത്ഥിച്ചാൽ സമ്പത്ത് കിട്ടും? ബൈബിളിൽ എവിടെയൊക്കെ ഉണ്ട് സമ്പത്തിനെ കുറിച്ച് പറയുന്നത്? എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ, എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടാം? എന്റെ പൊന്ന് ദൈവമക്കളെ, ഇതെല്ലാം വിട്ടേച്ചുകളാ. ഇവിടെ എന്തോ വായിച്ചത്, ദൈവരാജ്യം ഒരിടത്ത് കണ്ടെന്ന് പറഞ്ഞപ്പോ ഇവനെല്ലാം വിറ്റച്ച്. നമ്മൾ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിയൊക്കെ പാടും. പക്ഷെ എന്നാലും സമ്പത്തിനോടാണ് നമുക്കൊരാഗ്രഹവും ഒരു പരവേശവും ഒക്കെ, അല്ലേ? സമ്പത്തെന്ന് കേൾക്കുമ്പോൾ ഒരു ആവേശവും പരവേശവും ഒക്കെ നമുക്കകത്ത്. പൗലോസ് പറയുന്നു, ഞാൻ സകലതും ചപ്പെന്നും ചവറെന്ന് വേണ്ടുന്നു. ആ വാക്യത്തിന്റെ അർത്ഥം ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സകലത്തെക്കാളും അധികം ദൈവരാജ്യത്തെ വിലമതിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ അകത്തിട്ടിരിക്കുന്ന വചനമാകുന്ന രാജ്യത്തിന്റെ വിത്ത്, അതിനെ വിലമതിച്ച് കാണാൻ പറ്റുമോ? സകലത്തിനേക്കാളും അധികം വിലമതിച്ച് കാണാൻ പറ്റുമോ? നമ്മളാകുന്ന രാജ്യത്തിന്റെ പുത്രന്മാരാകുന്ന വിത്ത്, ഞാനാണ് ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വിത്താ, ദൈവരാജ്യത്തിന്റെ സമ്പത്താ നമ്മളപ്പോ സമ്പത്തിന്റെ പുറകെ പോവുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും. നമ്മുടെ ആ ട്രാവലിന്റെ പ്രോസസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ. അടുത്ത വാക്യം 45-ാമത്തെ വാക്യത്തിൽ, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സദൃശ്യം. അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഞാനത് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ മനുഷ്യൻ എന്തോ ചെയ്തേ? വിലയേറിയൊരു മുത്ത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനുള്ളതെല്ലാം വിറ്റേച്ച് അത് വാങ്ങി. എന്ന് പറഞ്ഞാൽ അവനുള്ള സകലതിനേക്കാളും പ്രേഷ്യസ് ആയിട്ട് അവൻ കണ്ടത് ദൈവരാജ്യം ആണെന്നർത്ഥം. രാത്രി അങ്ങനെ ഒരു തലം നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. അടുത്ത വാക്യം 47-ാമത്തെ വാക്യം, പിന്നെ ഈ സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ വലിയൊരു വലയ്ക്ക് സദൃശ്യം. ഒരു വലയാ. അങ്ങോട്ട് വല എറിഞ്ഞു. ആ വല എറിഞ്ഞിട്ട് നിറഞ്ഞപ്പോൾ അവൻ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാനം ഇങ്ങനെ എഴുതിയേക്കുക, അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിന്റെ വിശദീകരണം. ഈ രണ്ട് ഉദാഹരണം കർത്താവ് പറഞ്ഞിട്ട് പറയുക, ഈ രാജ്യത്തിന്റെ പുത്രന്മാരുടെ ഇടയ്ക്ക് അകത്തുനിന്ന്, അവരുടെ ഇടയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ദുഷ്ടന്മാരെ വേർതിരിക്കും. നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഈ ദുഷ്ടന്മാരൊക്കെ ഈ പള്ളി വന്ന എങ്ങനെ? ചോദിച്ചിട്ടില്ലേ? ഈ മാനസാന്തരപ്പെടാത്തവനൊക്കെ പള്ളി വന്നിരിക്കുന്ന എങ്ങനെ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഒരു ദിവസം കൊണ്ട് ഇതിനെല്ലാം എടുത്ത് കാലെ പിടിച്ച് വെളിയിലോട്ട് എറിയും. പച്ച മലയാളത്തിൽ പറഞ്ഞു, മീനെയൊക്കെ പിടിച്ച് വാലെ പിടിച്ച് വീണ്ടും വെള്ളത്തിലോട്ട് എറിഞ്ഞു കളയും. അവിടെ കരച്ചിലും പല്ലുകളെയും ഉണ്ടാകും. അവിടുത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയുന്നു. തീച്ചൂളയിലിട്ട് കളയും. ഹലോ, ഞാൻ ഇന്ന് പറയുന്ന സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവരാജ്യത്തിനകത്ത് രണ്ട് കാറ്റഗറി ഉണ്ട്. സ്വയമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഞാൻ ഏത് കാറ്റഗറിയിലാണ്? അപ്പുറത്താണെ കയറി നിന്നോ ഇപ്പുറത്തോട്ട്, അല്ലെ മോനെ കാര്യം പോക്ക. പച്ച മലയാളത്തിൽ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കട്ട പുകയാ. ദൈവരാജ്യത്തിലായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്യഭാഷയും പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ ജീവിതം കട്ടപ്പുകയാവേ. കട്ടപ്പുക എന്ന് പറഞ്ഞാൽ തീച്ചുളയ്ക്കകത്ത് കട്ടപ്പുകയാ മൊത്തം. അതായിരിക്കും പിള്ളേരൊക്കെ അങ്ങനെ പറയുന്നല്ലേ. ഓ ജീസസ്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ വായിലെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നമ്മുടെ കൈയുടെ പ്രവർത്തികൾ, യോബിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ കൈ നീ ദൈവത്തെങ്കിലേക്ക് മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ നീതികൾ ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക, രക്തമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. ഒരു വലിയ സമൂലമായ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ ശുദ്ധീകരണം നമ്മുടെ അകത്ത് നടക്കട്ടെ.
ഇനി അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അവൻ അവരോട്, അതിന്റെ 52-ാമത്തെ വാക്യം, അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സദൃശനാകുന്നു. എത്ര ഉദാഹരണം കർത്താവ് പറഞ്ഞ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്? ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഉദാഹരണം യേശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഉദാഹരണം പറഞ്ഞു, എത്ര ഉപമ യേശു പറഞ്ഞേ. അപ്പൊ ദൈവരാജ്യത്തിന് ഇമ്പോർട്ടൻസ് കർത്താവ് കൊടുക്കുന്നു എന്നല്ലേ എന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാ? യേശുവിന്റെ നാമത്തിൽ അത് നടക്കും, ഇത് നടക്കും, അത് പിടിച്ചോ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. ദൈവരാജ്യത്തിന് കർത്താവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തൊട്ട് ഒന്ന് പറഞ്ഞു നോക്കിയാൽ, യേശുവിന് മുമ്പേ വന്ന മനുഷ്യൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ച്, യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ച്, നമ്മോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ച്, നമ്മളെ ആക്കി വെച്ചത് ദൈവരാജ്യത്തിനകത്ത്. ഇവിടെ എത്ര ഉദാഹരണങ്ങളെ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മുടെ പ്രസംഗത്തിന്റെ ടോപ്പിക് എല്ലാം ചേഞ്ച് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആരേലും എന്തേലും പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും കോപ്പി പിടിക്കാൻ പോകല്ലേ. ബൈബിൾ വായിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് പ്രാപിച്ചിട്ട് അത് പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖത്ത് സന്തോഷമെല്ലാം പോയോ? നമ്മൾ രാജ്യത്തിന്റെ പുത്രന്മാരാണോ ദുഷ്ടന്റെ പുത്രന്മാരാണോ? അത് നമ്മുടെ പ്രവൃത്തി കണ്ടാൽ അറിയാം അല്ലേ. അയ്യോ, വെള്ളയോടുപ്പെട്ടവരൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി നടത്തുന്നത് അല്ലേ. അപ്പൊ ആരാന്നുള്ളത് പിടികിട്ടിയല്ലോ. ഇനി ഇത് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു, പുളിച്ച മാവിനോട് സദൃശ്യമാണ് ദൈവരാജ്യത്തിന്റെ ആ ഒരു പ്രോസസ്. ഇത് കാണാൻ പറ്റത്തില്ല, ഇൻവിസിബിളാ. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് വന്നാലും കാണാൻ പറ്റത്തില്ല, അതിന്റെ റിസൾട്ട് വരുമ്പോഴേ കാണാൻ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എല്ലാവരും എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ശ്രദ്ധിച്ചു കേട്ടു. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പറഞ്ഞതിന്റെ കാര്യം ഇനി കർത്താവ് അനുവദിക്കുന്ന പക്ഷേ ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. ദൈവം അനുവദിച്ചാൽ. ഒന്നും ആയില്ല, ഇനി കിടക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോ ഈ ദൈവരാജ്യം ഇൻവിസിബിളാ, കാണാൻ പറ്റത്തില്ല. പിശാചിന്റെ രാജ്യവും കാണാൻ പറ്റത്തില്ല. ഓക്കെ, പിശാചിന്റെ രാജ്യത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക്, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിന്റെ രാജ്യത്തില് പിശാജ് അതും സീക്രട്ട് ആയിട്ട് അവൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ അകത്ത് പിശാച് കയറിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്നും കാണാൻ പറ്റത്തില്ല. അവന്റെ പ്രവൃത്തി കാണുമ്പോഴേ അറിയാൻ പറ്റുന്നത് ഇവന്റെ അകത്ത് പിശാച് ഉണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവന്റെ രാജ്യം അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ അദൃശ്യമായിട്ടുള്ള ലോകം അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അതിന്റെ സിസ്റ്റം അങ്ങനെ. അദൃശ്യമായിട്ടുള്ള പൈശാചിക മണ്ഡലം ഓപ്പറേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരാളെ രോഗിയാക്കുന്നു, രോഗിയാക്കി കഴിഞ്ഞാൽ രോഗം വെളിപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇതിന്റെ പിന്നിൽ അതാണ് സംഭവം. ഇതൊക്കെയാണ് ഈ അന്ധകാര മണ്ഡലം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി. ഇനി നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരിക. ദൈവരാജ്യത്തിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ആത്മമണ്ഡലത്തിൽ എന്ത് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നോ അത് ഈ ആത്മമണ്ഡലത്തിനകത്ത് നടക്കും. അത് നടന്നു കഴിയുമ്പോൾ വിസിബിൾ ആകുന്നത് ദൃശ്യലോകത്തിലാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ ആത്മാവിൽ, ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആത്മമണ്ഡലത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഇപ്പോൾ ഒരാളെ തല്ലാൻ വരിക, എല്ലാം വരുന്ന ഞാൻ പറയും യേശുവിന്റെ നാമത്തിൽ അവനെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മനഃപൂർവ്വമായിട്ട് ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല, പക്ഷെ ഞാൻ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് നമ്മൾ പറയുന്നു. ഇതെവിടാ നമ്മൾ പറയുന്നത്? ഇത് ആത്മമണ്ഡലത്തിലാണ് നമ്മൾ പറയുന്നത്. അതിന്റെ റിസൾട്ട് വരുന്നത് എവിടാ? ദൃശ്യലോകത്തില, വിസിബിളാ. അവന്റെ ശരീരത്തിൽ അത് സൗഖ്യമായിട്ട് വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ ആത്മലോകത്തിൽ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ദൃശ്യലോകത്തിൽ വെളിപ്പെട്ട് വരും. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. നമ്മൾ ആത്മലോകത്തിൽ എന്ത് കൽപ്പിക്കുന്നോ അത് ചുമ്മാ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. മുമ്പേ പറഞ്ഞ പോലെ വചനം അകത്ത് വളരണം, ദൈവരാജ്യത്തിനകത്താകണം. അതിനുവേണ്ടി വിശുദ്ധിയും ആ ഒരു പ്രാഗൽഭ്യവും ദൈവിക അധികാരവും. ഈ ദൈവരാജ്യത്തിനകത്ത് അധികാരവും ശക്തിയും കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല, അങ്ങോട്ട് പോകാൻ നമുക്ക് സമയമില്ല. നമ്മൾ ആ അധികാരത്തിൽ നിന്നുകൊണ്ട്, ജീവിത വിശുദ്ധിക്കകത്ത് നിന്നുകൊണ്ട്, ദൈവമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് ആത്മമണ്ഡലത്തിൽ നിന്ന് എന്ത് കൽപ്പിക്കുന്നോ, എന്ത് നമ്മൾ ചിന്തിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നോ അത് ആത്മമണ്ഡലത്തിൽ നിന്ന് നേരെ വിസിബിൾ ലോകത്തിലേക്ക്, ദൃശ്യമായ ലോകത്തിൽ അത് റിസൾട്ട് ആയിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ? ആത്മമണ്ഡലത്തിൽ നമ്മൾ കൽപ്പിക്കുന്നത് ദൃശ്യലോകത്തിൽ വെളിപ്പെട്ട് കാണാൻ പറ്റും. രോഗസൗഖ്യം സംഭവിക്കുന്ന അങ്ങനെ നമ്മൾ ആത്മമണ്ഡലത്തിൽ കൽപ്പിക്കുക, അധികാരിയായ നമ്മൾ കൽപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അധികാരിയായ ഒരു മനുഷ്യൻ, ദൈവരാജ്യം സ്പ്രെഡ്, ആ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദേശത്ത് ചെന്ന് നിന്നാൽ അവിടെ അശുദ്ധ ശക്തികൾക്ക് പിന്നെ വാഴാൻ പറ്റത്തില്ല. കാരണം ഇവന്റെ മേലുള്ള ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക.
നമ്മുടെ മേൽ പകരുന്ന ദൈവരാജ്യം നമ്മുടെ അകം കൊണ്ട് ഒതുങ്ങാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കാനല്ല. ഒരു കാര്യം ഉറപ്പാ, ദൈവരാജ്യത്തിനകത്ത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒതുക്കി നമ്മളെ ഇരുത്തത്തില്ല. നമ്മൾ വളർന്നിരിക്കും. നമ്മൾ ഒരുമിച്ച് അല്പം നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഈ ആത്മർളത്തിനകത്തോട്ടൊന്ന് കയറി ആത്മർളത്തിൽ നിന്ന് ചിലതിനോടൊക്കെ കൽപ്പിക്കാൻ സംഭവിക്കട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതിന് സമർപ്പിക്കാൻ എത്ര പേർക്ക് ഇന്ന് അതിന് മനസ്സുണ്ട്? എല്ലാ കണ്ണുകളും നടച്ചാട്ടെ. എല്ലാ കണ്ണുകളും നടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദിവസം നടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സ്പിരിച്വൽ റിലം വർക്ക് ചെയ്യുന്ന എങ്ങനെയാ? നിങ്ങൾ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് കൽപ്പിക്കുന്നത് ഈ ലോകത്തിൽ ദൃശ്യമായി സംഭവിക്കും. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? നമ്മൾ മുറിയിൽ നിന്ന് ആത്മമണ്ഡലത്തെ ഡിക്ലെയർ ചെയ്യുക. അതിന്റെ റിസൾട്ട് ഭൗതിക മണ്ഡലത്തിൽ നടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഇരുന്ന് ആത്മമണ്ഡലത്തെ പ്രാർത്ഥിച്ച് ഡിക്ലെയർ ചെയ്യുക, യേശുവിന്റെ നാമത്തിൽ ഇന്ന വീട്ടിൽ അത്ഭുതം നടക്കട്ടെ, ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം നടക്കട്ടെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ആത്മറിലത്തിൽ നമ്മൾ ഈ കൽപ്പിച്ച കാര്യം വിസിബിൾ റിലത്തിൽ അല്ലെങ്കിൽ ദൃശ്യമായ ലോകത്തിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് സംഭവിക്കുക. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഓപ്പറേഷന്റെ സിസ്റ്റം. ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചേ. എന്റെ കർത്താവേ, എന്റെ അകത്ത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ എന്നൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആരും മൗനമായിരിക്കല്ലേ. എല്ലാവരും ആദരം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് വരെ കണ്ടതും കേട്ടതും ഒന്നും അല്ല ആത്മലോകം. ഒരു വലിയ എന്തോ അതിന് പറയുന്ന ഒരു ഭയങ്കര ബൃഹത്തായ സംഭവമാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. അതെന്റെ അകത്ത് വളരട്ടെ. എന്റെ അകത്ത് വീണ ദൈവരാജ്യത്തിന്റെ വിത്ത് വളരട്ടെ. ഞാനാകുന്ന രാജ്യത്തിന്റെ പുത്രനാകുന്ന വിത്ത് വളരട്ടെ. എന്റെ അകത്ത് ഈ വൃക്ഷം ഒരു കടുകുമണിയുടെ ചെറിയ വൃക്ഷമായ ചെറിയ കടുകുമണി പോലെ ഇരിക്കുന്ന സസ്യം അത് വൃക്ഷമായി വളരുന്നത് പോലെ എന്റെ അകത്തുനിന്നൊരു വലിയ വളർച്ച ഈ ദൈവരാജ്യത്തിനകത്തുണ്ടാകട്ടെ. നിങ്ങളെ ചെറിയ കാര്യത്തിനൊന്നും അല്ല കർത്താവ് വിളിച്ചത്, വലിയ കാര്യത്തിനാണ് കർത്താവ് വിളിച്ചത്. അത് ഈ ലോകത്തിനകത്ത് കയറി ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയാലേ പറ്റും. സ്പിരിറ്റ് ഉള്ളത്തിനകത്ത്. ഓ ജീസസ് സബാലാക ശംദൽക്കരാധനാദര. ജീസസ് ജീസസ് ജീസസ്. ഈ തീവ്രവാദ സംഘടനകളൊക്കെ കണ്ടിട്ടില്ലേ? അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് പരിപാടിയെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ബോംബ് പൊട്ടി കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. ഇത് തന്നെ ആത്മലോകത്തും നമ്മൾ പ്രാർത്ഥിച്ച് ആത്മലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കഴിയുമ്പോഴേ ലോകം കാണുക അറിയുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ വലിയ ദൈവിക പദ്ധതി നമ്മുടെ അകത്ത് നടക്കട്ടെ. കർത്താവ്, ഈ ജനത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനങ്ങളുടെ എല്ലാം അകത്ത് ക്രിയ ചെയ്യട്ടെ. കർത്താവ്, ഈ വചനത്തിന്റെ വിത്ത് അവരുടെ അകത്ത് വളരട്ടെ. കർത്താവ്, ഇവരൊക്കെ വലിയ വൃക്ഷങ്ങളായി മാറട്ടെ. ഇവരുടെ ജീവിതം കൊണ്ട്, ഇവരുടെ ശുശ്രൂഷ കൊണ്ട് അനേകർ, കർത്താവ്, ആ കടുകുമണി വളർന്ന് വൃക്ഷമായി തീർന്ന അനേക പക്ഷികൾ അതിനകത്ത് വന്ന് കൂടുവെച്ച് ആശ്വാസം പ്രാപിച്ചതുപോലെ ഇവരാകുന്ന വൃക്ഷം, സുശേഷമാകുന്ന വൃക്ഷം ഇവരകത്ത് വളരട്ടെ. രാജ്യമാകുന്ന വൃക്ഷം വളരട്ടെ. ഇവരുടെ അകത്ത് ഇവരുടെ ശുശ്രൂഷയിലൂടെ അനേകർ ആശ്വാസം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ അനുഗ്രഹത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ചിലരുടെ ചിന്തകൾ ഇന്ന് രാത്രി വ്യത്യസ്തമാകട്ടെ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങട്ടെ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു തുടങ്ങട്ടെ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഗ്ലോറി ടു ഗോഡ്. റാബൽ ഖനാദന. കർത്താവേ, നല്ല ഫലം കായ്ക്കുന്നവരായി ഇവർ മാറട്ടെ. ഈ നിന്റെ ജനത്തെയും നിന്റെ കർത്താവിന്റെ ദാസനെയും ഈ മിനിസ്ട്രിയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 3 ദിവസം നിങ്ങളോട് ചേർന്ന് കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വിശേഷ കർത്താവിന്റെ ജോസഫ് പാസ്റ്ററിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെ വിളിക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. കുറച്ച് ടൈമിന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നു. ഐ എം റിയലി സോറി. നിങ്ങളുടെ മീറ്റിംഗ് വന്നതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ 2 മീറ്റിംഗ് വെച്ച്, ഇപ്പോഴും ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ചേച്ച് അവരെനിക്ക് 7:30 സമയം തരാമെന്ന് പറഞ്ഞു. എനിക്ക് സമയം തന്നു 8 മണിയായപ്പോഴാണ്. പിന്നെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചിട്ട് വേഗം നിർത്തിയിട്ട് ഞാൻ ഓടി വരുമായിരുന്നു. ഐ എം റിയലി സോറി. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങളെ കാണുമ്പോൾ രാജ്യത്തിന്റെ വലിയ ഫലങ്ങളൊക്കെ ആയിട്ട് കാണാൻ ദൈവം കൃപ തരട്ടെ. ഈ ശുശ്രൂഷ ദൈവം വർദ്ധിപ്പിക്കട്ടെ, വളർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.